പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായിട്ടാണ്, ഒരു അത്ഭുത വിടുതലിൻ്റെ സാക്ഷ്യവുമായിട്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന നല്ല ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പിന്നെയും അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ കൊണ്ട് അവിടുന്ന് നൽകിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന അവിടുത്തെ മകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കൊക്കെ വലിയ ആത്മീയ ബലത്തിന് കാരണമായി തീരണം. കർത്താവെ മറ്റുമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലായിടത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. ദൈവകൃപ അവരുടെ മേൽ പകരണം. വൻ കാര്യങ്ങളെ അവിടുന്ന് ചെയ്യുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനമഹത്വത്തേക്ക് യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത്, കർത്താവിൻ്റെ അത്ഭുത വിടുതലുകൾ നമ്മളോട് പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് പ്രിയ സിസ്റ്റർ ലിസി പി കെ ആണ്. പ്രിയ സിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ആസാദിയുടെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് സിസ്റ്റർ. കോട്ടയത്തു നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നില്ലേ സിസ്റ്റർ? അതെ. കോട്ടയത്ത് ഏതാ സ്ഥലം? കോട്ടയം വാഴൂർ. വാഴൂർ. ഓക്കെ ഓക്കെ സിസ്റ്റർ. അന്നേരം നമുക്കൊന്ന് പരിചയപ്പെടുത്താം. വീട്ടിൽ ആരൊക്കെയുണ്ട് എല്ലാം ഒന്ന് പറയാം. ജനിച്ചു വളർന്ന സ്ഥലം, മാതാപിതാക്കളെ, സിസ്റ്ററുടെ കുടുംബം, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞാൽ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി സാവകാശമാകുക. എന്റെ സ്വദേശം ചങ്ങനാശ്ശേരി ലായിക്കാട് എന്ന് പറയും. ലായിക്കാട് വലിയതറ വീട്ടിൽ കുഞ്ഞിപ്പിസാറിന്റെ ഞങ്ങള് 8 മക്കളാണ്. അതിലെ 5 പെണ്ണും 3 ആണുമാണ്. അതിൽ ഏറ്റവും ഇളയ മകളാണ് ഞാന്. എന്റെ വീട്ടിലെ ഇപ്പോൾ എന്റെ ഫാദർ ഇല്ല, മദർ ഇല്ല, ഒരു സഹോദരി ഇല്ല, ഒരു സഹോദരനില്ല. എല്ലാം നിത്യതയിലാണ്. അതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ ജോലിയിലായിരുന്നു ഡൽഹിയിലെ പ്രദേശത്ത്. സിസ്റ്റർ വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നത്? എന്നെ വിവാഹം അയച്ചിരിക്കുന്നത് എരുമേലി മുക്കുട്ട് പറയുന്നത്. ശരി, ഓക്കെ. അത് റാന്നിക്കടുത്താണല്ലോ, ഞങ്ങളുടെ സ്ഥലമാണ്. സിസ്റ്റർ ജനിച്ചു വളർന്നത് വിശ്വാസ കുടുംബത്തിലൊക്കെ തന്നെ ആയിരുന്നോ? അതെ അതെ. ചെറിയ പ്രായത്തിലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. ഓക്കെ. ക്രിസ്ത്യ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. CSIയിലായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട്. അതിനുശേഷമാണ് ഫാദർക്ക് വിശ്വാസത്തിൽ വന്ന, ഫാദർക്ക് നല്ല നിലയില് നല്ല ദൈവകൃപയിൽ നിന്ന വ്യക്തികളായിരുന്നു മാതാവും പിതാവും. അങ്ങനെ എന്റെ മൂത്ത സഹോദരന് വിശ്വാസത്തിൽ വന്നു. അതിനുശേഷമായിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വിശ്വാസത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഫാദർ എന്ന് പറയുന്ന ആള് ഒരു സ്കൂൾ അധ്യാപകനും ഹെഡ് മാസ്റ്ററും കൂടെ ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥനയിൽ വളരെ നാളുകൾ വീട്ടിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അനേകം ഓടി വരും പ്രാർത്ഥനയ്ക്കായിട്ട്. അങ്ങനെ ഞങ്ങളുടെ ചെറുപ്പകാലങ്ങൾ തൊട്ട് ഞാനിത് കാണുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്കൊന്നും അത്രയും ചെറുപ്പത്തിലൊന്നും ഇത്രത്തോളം അറിയത്തില്ല. എങ്കിലും അമ്മയും അച്ഛനും എല്ലാം നല്ല നിലയിൽ ആത്മീയമായിട്ട് അനേക ജീവിതങ്ങൾക്ക് വിടുതല് അവിടെ വന്ന് ലഭിക്കാൻ ഇടയായിട്ടുണ്ട്. എന്റെ ഓർമ്മയിലെ 2-3 കാര്യങ്ങളുണ്ട്. മക്കളില്ലാതെ അനേക വർഷങ്ങൾ നിന്ന ഒരു കുടുംബത്തിലേക്ക് അവർ CSI കുടുംബമാണ്. അവര് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിനു ശേഷമായിട്ട് ദൈവം അവരിൽ വലിയ പ്രവൃത്തി കാണുവാൻ തക്കനിടയായി. അവർക്ക് ദാനമായിട്ട് ഒരു ആൺതലമുറയെ കൊടുത്തു. അതിനുശേഷമായിട്ട് ഭയങ്കര സന്തോഷം. പിന്നെ എല്ലാവരും കൂടി ആലോചിച്ച് ഞങ്ങളുടെ വീടിനോട് അടുത്ത് തന്നെ ഒരു വലിയ ഹാളൊക്കെ പണിതിട്ട് ഇങ്ങനെ CSIയിലുള്ള ആൾക്കാരെല്ലാം വന്ന് കൂടും. രാത്രിയില് എല്ലാം വ്യാഴാഴ്ച വൈകിട്ടും ശനിയാഴ്ച വൈകിട്ടും വന്ന് മീറ്റിംഗ് കൂടുമ്പോ അച്ഛന അവധി എടുത്ത് ഇങ്ങനെ വരും സ്കൂളിൽ നിന്ന്. അങ്ങനെ വലിയ നല്ല നിലയിൽ വന്നുകൊണ്ടിരുന്നു. അതിനുശേഷമായിട്ട് അവന്റെ ഫാദർ മരിക്കുന്ന സമയം ഫാദർ കിടക്കയിൽ കിടന്ന് തന്നെ പറഞ്ഞു, 85-ലാണ് മരിക്കുന്നത്, 85 at 7 o'clock ആകുമ്പോ ഞാൻ പോകുമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് കാണാൻ വന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞ ടൈമിൽ കറക്റ്റ് ടൈം പറഞ്ഞതുകൊണ്ട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ടി വന്നില്ല. മരിക്കുന്നതിനെ പറ്റി മരണവിവരം അറിയിക്കേണ്ടി വന്നില്ല. ആ സമയമായപ്പോ എല്ലാവരും വന്നു. ആ സമയത്ത് ഭയങ്കരമായി ദൈവത്തിന് വലിയ പ്രവൃത്തിയാണ് അവിടെ നടന്നത്. കാരണം അവിടെ നാട്ടുകാരുള്ള എല്ലാവരും പറയും, കുഞ്ഞിപ്പിസാറിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഭയങ്കര ഇതാ. കാരണം ജനിച്ച് മരിക്കുന്ന സമയം വരെ ഒരു മുഷിഞ്ഞ വാക്കൊരോ വ്യക്തികളോട് പറയുവോ എടുക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ചെറുപ്പത്തിൽ വിക്കനായിരുന്നു. വിക്ക് മാറുന്നത് പ്രാർത്ഥനയാലാണ്.
അങ്ങനെയുള്ള ആ ലൈഫിലാണ് ജീവിതം. വിക്കനായ മോശയുടെ ഒരു അനുഭവമായിരുന്നു എന്റെ ഫാദറിന്. ആ ലെവലിൽ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ മൂത്ത സഹോദരൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ഫാമിലി ഉണ്ടായിരുന്നു, കത്തോലിക്ക ഭവനമായിരുന്നു. ആ ഭവനത്തിലെ മൂത്ത സഹോദരിക്ക് ഭയങ്കരമായിട്ടും ബന്ധനമാണ്. പുള്ളിക്കാരിയാണെങ്കിൽ നാക്കൊക്കെ താന്നു പോയിട്ട് സംസാരിക്കാൻ കഴിയാതെ അനേകം മാസങ്ങൾ ഇങ്ങനെ വീടിനുള്ളിൽ അറയ്ക്കത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ വന്ന് പ്രാർത്ഥിപ്പിക്കുക, അല്ലെങ്കിൽ ഇവിടെ നാളെ അങ്ങോട്ട് കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കുറെ ചെറുപ്പക്കാർ എന്റെ മൂത്ത സഹോദരന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇവര് ഒന്നിച്ചുകൂടി അഭിഷേകം ഒക്കെ പ്രാപിച്ച വ്യക്തികളാണ്, ഒന്നിച്ചിരുന്ന. അല്ലെങ്കിൽ അന്നത്തേക്ക് അവിടെ വന്ന് ആ ഭവനത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലായി ഇത് മറ്റൊന്നുമല്ല, ഒരു പൈശാചിക ബന്ധനം ബന്ധിച്ചു വെച്ചിരിക്കുന്നതാണെന്ന്. അങ്ങനെ അവര് കത്തോലിക്ക ഫാമിലി ആയിരുന്നു. അപ്പം ഇത് പള്ളിയിലെ അച്ഛനൊക്കെ അറിഞ്ഞ ഓരോ നാട്ടുകാരൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വിഷയമായിരുന്നു. എന്നാലേ അപ്പൻ പറഞ്ഞു, ആ വീട്ടിലെ ചേച്ചിയുടെ അപ്പം പറഞ്ഞു, എന്താണ് എന്റെ മകൾക്ക് സൗഖ്യം വേണം, എന്റെ മകൾ ഞങ്ങളുടെ മകളാണ്, അപ്പൊ അവർക്ക് അത് വിടുതൽ വേണം, എന്ത് വന്നാലും ഞങ്ങൾ സഹിച്ചോളാന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഉപവാസ പ്രാർത്ഥന തുടങ്ങി. 38ാമത്തെ ദിവസം ആയപ്പോഴേക്കും ഇത് ഇളകാൻ തുടങ്ങി. ഇളകി കഴിഞ്ഞപ്പം ചുറ്റിനും അച്ഛന്മാരും എല്ലാം തപ്പിയാരും എല്ലാം താമസിക്കുന്ന ഭവനങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാം വന്നുകൂടി ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. എന്നാലേ അവരുടെ മുൻപിൽ വെച്ച് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുവാനിടയായി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ആ പുള്ളിക്കാരിക്ക് ഒത്തിരി മുടിയുണ്ട്, മുടി ഇങ്ങനെ ഉച്ചിക്കെട്ടി വെച്ചേക്കുക. അപ്പം വെളിപ്പെട്ട എന്താന്ന് വെച്ചാല് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ മറിയാണ്, യേശുവിന്റെ അമ്മ മറിയാണ്, അതുകൊണ്ട് എല്ലാവരും എന്നെ ആരാധിക്കും, നിങ്ങൾ മാത്രം എന്നെ ആരാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി സംഭവം ഇതാണ്. അങ്ങനെ കാണികൾക്കെല്ലാം മനസ്സിലായി, അവിടെ ഇരുന്നവർക്കെല്ലാം മനസ്സിലായി ഏതായാലും ദൈവത്തിന് വലിയ പ്രവൃത്തിയോടെ വെളിപ്പെട്ടു. എന്തു പറയട്ടെ, അവരുടെ ഈ ഉത്തരത്തിന്റെ മുകളിൽ നിന്ന് ഓടിട്ട വീടാണ്. അതിന്റെ മുകളിൽ നിന്ന് ഒരു കെട്ട് കറുത്ത ചരട് ഈ പെണ്ണിന്റെ മുടിയുടെ ഉച്ചിലേക്ക് വീണു. അപ്പോൾ ആങ്ങളെയും മറ്റു ആൾക്കാരെല്ലാം കൂടി പ്രാർത്ഥിച്ച് ദൈവത്തിന് സന്നിധിയില് തലയെ കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് ചരടിങ്ങി എടുത്ത് നോക്കിയപ്പോ ഒത്തിരി കെട്ടായിട്ടുള്ള ചരടാണ്. അതിങ്ങനെ എല്ലാരും എടുത്ത് കാണിച്ചതിന് ശേഷമായിട്ട് ഇത് ഇളകാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ മാതാവാണ്, ഞാൻ ഗീവർഗീസ് ആണ്, മറ്റേന്ന് മറിച്ച് ഇങ്ങനെ ഒത്തിരി ദൈവത്തിന്റെ അവരുടെ വിശ്വാസത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും വെളിപ്പെട്ടു, ഇന്ന ആള് ഇതിനെ അടിമ വെച്ചിരിക്കുന്ന. അങ്ങനെ അത് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാവി തലയ്ക്ക് സ്ഥിരമില്ലാതെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. അവസാനം ഇതിന്റെ ബന്ധനമെല്ലാം അഴിഞ്ഞു മാറി ശാസിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം അവിടെ ചുറ്റിനും കൂടിയിരുന്ന ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ടും പ്രചോദനം ചെയ്തു. കാരണം ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോ അവർക്കെല്ലാം നല്ല വിശ്വാസമായപ്പോഴത്തേനും അവര് പറഞ്ഞു, പ്രാർത്ഥിക്കും, ഇത് നടത്തണം, കാരണം ഇത് ഈ പെൺകുട്ടി ദ്രവിക്കപ്പെടണം, അതാന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചു. എല്ലാരും സഹിച്ചു. എനിവേ ദൈവസേനയിൽ പ്രാർത്ഥിച്ചു, സത്യം ചെയ്ത് ഈ ഭൂതം ഇളകിപ്പോയപ്പോഴത്തേക്കും ഇവരുടെ വീട്ടുമുറ്റൊരു പശുക്കിടാവ് നിന്ന്, ജനം നിറഞ്ഞ പശുക്കിടാവാ, എന്തോ വന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞ. അപ്പം നാട്ടുകാരോട് നിന്ന് പറഞ്ഞ, ഇത് ഞങ്ങൾക്ക് കാണാം, അടയാളം കാണാന്ന് പറഞ്ഞ് ശാസിച്ചിട്ടപ്പോ ഈ പശുവിനെ തകർത്തത് പോയി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ അനേകം മറ്റുള്ളവരുടെ മുൻപില് ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കാൻ തക്കണം ദൈവത്തിന്റെ പ്രവൃത്തി ആ ഭവനത്തിൽ വെളിപ്പെടുവാനിടയായി. അങ്ങനെ അനേകർ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി. അവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ ദൈവസന്നിധിയിൽ കടന്നു വരാനിടയായി. ഇങ്ങനെ ഫാദറിനെ പറ്റി പറയുമ്പോഴും അനേക കത്തോലിക്ക ഫാമിലിയിൽ നിന്നൊക്കെ അനേകർ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കും. തൊട്ടടുത്ത ഭവനത്തിലെ ഒരു കൊച്ചു കുഞ്ഞ് രാത്രിയുടെ ആമത്തിൽ അവര് പ്രസവം കഴിഞ്ഞ് വന്ന ശേഷമായിട്ട് 3 മാസമായതേ ഉള്ളൂ. ആ കുഞ്ഞിന് ശ്വാസം മുട്ടലായിട്ട് ഭയങ്കരമായിട്ടും അത് മരിച്ചു പോകുന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഭവനത്തിൽ തിണ്ണയിൽ ഇങ്ങനെ പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സന്ധ്യയുടെ ആമത്തില്. അപ്പം സാറേ എന്റെ കുഞ്ഞ് പോയെന്നും പറഞ്ഞ് എടുത്ത് മടിയിലോട്ട് ഇട്ടുകൊടുത്ത് ആ കുഞ്ഞിനെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു. അതിനെ പ്രാർത്ഥിച്ച് ശാസിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ബന്ധനമെല്ലാം കഴിഞ്ഞു മാറി. ഇന്നും ആ തലമുറ ഇന്നും ഞങ്ങളുടെ ഭവനത്തിനടുത്ത് തന്നെ താമസിക്കുന്നു. ഒരു ഫാമിലി ആകുവാൻ ഇടയായി. ഒരു കുടുംബജീവിതത്തിലൊക്കെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. എങ്കിൽ ഇവർക്കൊക്കെ വളരെ ഭയമാണ്. കത്തോലിക്കൽ നിന്ന് വിട്ടുപോരുവാൻ ഭയങ്കര ഭയമാണ്. കാരണം അങ്ങനെയുള്ള പ്രതിസന്ധി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. എന്നാലും ദൈവത്തിന്റെ പ്രവൃത്തിയൊക്കെ വളരെ വിടുതലൊക്കെ നടന്ന് ദേശത്ത് വലിയൊരു പ്രവൃത്തി നടന്നു. അങ്ങനെ എല്ലാ ആഴ്ചയിലും എന്റെ ഭവനത്തിൽ വലിയൊരു പ്രാർത്ഥനയുണ്ട്. എല്ലാ ശനിയാഴ്ച വൈകിട്ടും അനേകർ കടന്നു വരും, പ്രാർത്ഥിക്കും. അങ്ങനെ വിടുതലൊക്കെ അനുഭവിച്ചറിഞ്ഞ ഒരു ഭവനമാണ്. അപ്പൊ ആ ചെറുപ്പകാലം തൊട്ട് ക്രിസ്തീയ ഭവനത്തിൽ വളർന്നു വന്നുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ദൈവ സാന്നിധ്യം ഒക്കെ നമ്മോടുകൂടെ ദൈവം ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ എന്റെ സഹോദരിമാര്
ഞങ്ങൾ 5 പെണ്ണുങ്ങളാണ്. അതിലെ ഏറ്റവും ഇളയതാണ് ഞാൻ. 8 മക്കളിൽ ഏറ്റവും ഇളയതാണ് ഞാൻ. അങ്ങനെ ദൈവസന്നിധിയിലൊക്കെ ആയിരുന്നു. എന്നാല് സ്നാനപ്പെട്ടതിന് ശേഷം എനിക്കറിയാം, ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം പിന്നീട് ഡൽഹിക്ക് പോവുകയായിരുന്നു ചെയ്തത്. കാരണം പ്രത്യേകിച്ച് എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലായിരുന്നു, അഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന ശേഷമാണ് ഒരു മീറ്റിംഗിലാണ് അഭിഷേകമൊക്കെ പ്രാപിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ കൃപയിൽ നിലനിൽപ്പാൻ ഇത്രത്തോളം സഹായിച്ചു. അങ്ങനെ എന്റെ ഫാമിലിയിൽ പറയുമ്പോൾ എല്ലാവരും വിവാഹമൊക്കെ കഴിഞ്ഞു. എന്റെ ഫാദർ മരിച്ചു, എന്റെ മാതാവും മരിച്ചു, മാതാവിന് മരിച്ചുപോയി. അതിനുശേഷമായിട്ട് എന്റെ ഒരു സഹോദരി, അതുപോലെ തന്നെ എന്റെ ഒരു സഹോദരൻ, ഇവരെല്ലാം ശുശ്രൂഷയിൽ വളരെ വളരെ നല്ലോണം ശുശ്രൂഷയിൽ തിളങ്ങി നിന്ന വ്യക്തികളാണ്. ഹല്ലേലൂയ. എന്റെ മൂത്ത സഹോദരൻ ആന്ധ്രയുടെ പ്രദേശത്ത് ഭയങ്കരമായിട്ടുള്ള ശുശ്രൂഷയിൽ നിന്നപ്പോൾ അനേകർ മർദ്ദിക്കുകയും അതുപോലെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ആ മർദ്ദിച്ച വ്യക്തികൾ RSS വ്യക്തികളായിരുന്നു. അവരെല്ലാം ദൈവസന്നിധിയിൽ വന്നു. ഹല്ലേലൂയ. അപ്രകാരം ജയിലിലൊക്കെ പിടിച്ചിടുവാനിടയായപ്പോൾ ആ ജയിലിലുള്ള ഒരു ഇങ്ങനെ പറഞ്ഞു, ജയിലിലെ വലിയൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, എന്റെ മകൾക്ക് മെന്റൽ രോഗിയാണ്. കാരണം മെന്റൽ രോഗിയായിട്ട് തൊടലിലിട്ടേക്കുക. എന്റെ മകൾ വിടുവിക്കുവാണെങ്കിൽ, വിടുതൽ പ്രാപിച്ചാൽ നിന്റെ ദൈവത്തെ ഞങ്ങൾ സേവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കാലം എന്റെ മൂത്ത ബ്രദറിനെ സാവകാശം അവർ ജാമ്യത്തിൽ ഇറക്കിയിട്ട് അവര് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ മകളെ മാത്തിച്ചാൻ താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുവന്നു. ആ വിശ്വാസികളെല്ലാം ചേർന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പെൺകുട്ടി വിടുതൽ പ്രാപിച്ചു. ഇന്ന് ആ പോലീസുകാരും കുടുംബവും പൂർണ്ണമായിട്ടും ദൈവസഭയിലുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ദൈവത്തിന്റെ ഇവരെ പരസ്യവും നടത്തുമായിരുന്നു. അപ്പൊ അവിടെയുള്ള ഒരു സഹോദരി മരിച്ചിട്ട് അതിനെ ഇലയിൽ കിടത്തിയിട്ട് മാതച്ചാനെ പിടിപ്പിക്കാനായിട്ട് അവരുടെ റൂമിന്റെ മാതത്തെ കൊണ്ടിട്ടു. അപ്പൊ തൊട്ടടുത്തൊരു ക്രിസ്ത്യാനി കുടുംബം ഉണ്ടായിരുന്നു, ഒരു അമ്മച്ചി മാത്രം. ആ അമ്മച്ചി അപ്പച്ചനും അവരെ പറഞ്ഞു, എന്റെ ദൈവമേ, ആ പാവ സാധു മനുഷ്യനെ ഉപദ്രവിക്കല്ലേ, നിങ്ങൾ എന്തായി കാണിക്കുന്നത് ചോദിച്ചു. അപ്പൊ മാതച്ചാൻ അവിടെ ഇല്ല. രാത്രി വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഡെഡ് ബോഡി കിടത്തുക, ഇലയെ വെട്ടിയിട്ട് കിടത്തിരിക്കുക. അവിടെ ഭയങ്കര ജനക്കൂട്ടം, പോലീസ് വന്നു. അപ്പം ആങ്ങളെ കൊന്നതാണെന്നും അതും ഇതും പറഞ്ഞ് അവതരിപ്പിച്ചു. അങ്ങനെ ഇവര് ചെയ്തു. അങ്ങനെയാണ് നിന്റെ ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ ജീവിപ്പിക്കാൻ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, അതൊക്കെ ഭയങ്കര, പറഞ്ഞാലും തീരാത്ത ഭയങ്കരമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ഇന്നിപ്പം ജീവൻ വെച്ച ആ ദാസി പ്രാർത്ഥിച്ച് എഴുന്നേറ്റു. ഹല്ലേലൂയ. അങ്ങനെ അവിടെയുള്ള ജനമെല്ലാം ദൈവത്തിൽ ആശ്രയിപ്പാനിടയായി. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള സകല വ്യക്തികളും ദൈവത്തെ അറിയുവാനിടയായി. അങ്ങനെ ഇന്ന് ആന്ധ്രയുടെ പ്രദേശത്ത് വലിയ 2 ചർച്ച ഉണ്ട്. ഇന്ന് ആങ്ങളെ മരിച്ചുപോയി, എന്നാലും അവിടെ ഒരു നമുക്കറിയാം, നമ്മളൊക്കെ പേപ്പറിൽ വായിച്ചിട്ട് അറിഞ്ഞിട്ടുള്ളതാണ്, ഒരു മന്ത്രി ഹെലികോപ്റ്ററിൽ മരിച്ചുപോയതിന്റെ വിവരം. അത് കാട്ടിലെങ്ങാണ്ട് മരിച്ചുപോയില്ലേ. അപ്പൊ ആ വിവരം ഈ ആങ്ങളുടെ വൈഫാണ് പ്രാർത്ഥിച്ച് പറഞ്ഞത്. അതിന്റെ രാജേഷ് റെഡ്ഡി എന്ന് പറഞ്ഞ ഒരാളാണ് തോന്നുന്നു, അങ്ങനെ പേര് മറന്നുപോയി. അങ്ങനെ ആ പുള്ളിക്കാരനെ പറ്റി വിവരം പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്റെ ആങ്ങളുടെ വൈഫാണ്. അങ്ങനെയാണ് ആ കേസ് തെളിഞ്ഞതും അവിടെ ഒന്ന് ഡെഡ് ബോഡി കിട്ടത്തില്ല, കത്തിക്കരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വളരെ അന്നു മുതൽ ആന്ധ്രാപ്രദേശത്തെ മന്ത്രിമാരൊക്കെ ഈ ചർച്ചിനോട് വലിയൊരു അനുകൂലമായിട്ട് പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ലാതെ. അങ്ങനെ ഇപ്പം ആങ്ങളെ മരിച്ചുപോയി. ആങ്ങളയ്ക്ക് ഒരു മകനേ ഉള്ളൂ. ആങ്ങളുടെ ഭാര്യയും മരിച്ചുപോയി. ആ മകനാണ് ഇപ്പൊ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കൃപ കിരൺ എന്നാണ് പേര്. ജയമ്മ എന്നാണ് ആന്റിയുടെ പേര്. മരിച്ചുപോയി. ഭയങ്കര കൺവെൻഷൻ പ്രാസംഗിയായിരുന്നു. പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടന്നു. ഇവര് പരസ്യയോഗം കഴിഞ്ഞിട്ട് ഇവര് ഹോട്ടലിൽ അവര് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട്, കാപ്പി കുടിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ ദാസിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രേരണയുണ്ടായി, ഇരിക്കുന്ന കസേരയുടെ അടിയിൽ ഒരു ഡെഡ് ബോഡി ഒഴിച്ചിട്ടിട്ടുണ്ടെന്ന്. അവിടെ ഇരുന്നുകൊണ്ട് ഇവര് തെലുങ്കിൽ അങ്ങോട്ട് ആങ്ങളെയും ഭാര്യയും കൂടെ പറഞ്ഞപ്പോഴേ പുറകിൽ ഒരു യൂണിഫോം ഇല്ലാത്ത പോലീസുകാരൻ ഇരിപ്പുണ്ടായിരുന്നു. ആ പുള്ളി ഇത് കേട്ടു, അവിടുത്തുകാരനായിരുന്നു. അപ്പൊ തന്നെ അന്നേരെ റിപ്പോർട്ട് കൊടുത്തു. അവിടുന്ന് പോലീസുകാരെല്ലാം വന്നു. ഇതും അവരുടെ കടയ്ക്കകത്തെ റൂം, അവിടെ ഇരുന്ന സ്ഥലം പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അസ്ഥികൂടം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവമക്കൾ എവിടെ ചെന്നാലും അതിനു മുൻപായിട്ട് ഇവർക്ക് ഒത്തിരി പീഡകളൊക്കെ വന്നിട്ടുണ്ട്. അതിലൊക്കെ സഹിച്ചു നിന്ന് പരസ്യവും നടത്തിയപ്പോഴത്തേക്കും വഴിചേരിയിൽ നിന്ന് ഹിന്ദു ഫാമിലിക്കാർക്ക് ഹനുമാൻ ഇളകാൻ തുടങ്ങി. ഹനുമാന് ഭദ്രകാളിയൊക്കെ ഇളകാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര ജനക്കൂട്ടമായിട്ട് വണ്ടിയെല്ലാം നിർത്തിയിട്ട് അവർ അവിടെ തന്നെ വലിയ മീറ്റിംഗ് എന്നായി പ്രാർത്ഥിച്ച് ഇത് മാറിയപ്പോഴേക്കും അവർക്ക് മനസ്സിലായി
യഥാർത്ഥ ദൈവം കർത്താവ് യേശുക്രിസ്തു എന്നുള്ള വെളിപ്പാട് പലർക്കും കിട്ടുവാനിടയായി. അത് മുഖേന പിന്നെ ഭയങ്കര ആരാധനയ്ക്കും ജനക്കൂട്ടം അങ്ങ് വർദ്ധിച്ച് അങ്ങനെയാണ് 2 സഭയിടുവാനായിട്ട് ഇടയായത്. അങ്ങനെ എപ്പോഴും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രിയ ദേവജനമേ, ഹല്ലേലൂയ. അതുപോലെ വീട്ടിലെ ഓരോ വ്യക്തികളും, എന്റെ ചേച്ചിയാണെങ്കിലും അതുപോലെ തന്നെ നല്ല ദൈവകൃപ നിന്ന വ്യക്തിയാണ്. കർത്താവ് പറഞ്ഞ സമയത്ത് തന്നെ ഇന്ന സമയത്ത് മരിക്കുമെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തി, അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ വെച്ച് ജീവൻ പോകുവാനിടയായി. അങ്ങനെ ഓരോരോ സംഭവങ്ങള് ഇതൊക്കെയും എന്റെ ജീവിതത്തിൽ ഞങ്ങൾ കേട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തികളാണ്. അങ്ങനെ വിശ്വാസ ജീവിതത്തിൽ വന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ജോലി, ഞങ്ങൾക്ക് അന്നേരത്തേക്കുള്ള ആ ബുദ്ധിമുട്ടിൽ മുന്നോട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. ആ സമയം കൊണ്ട് എന്നെ മൂത്ത ചേച്ചി നഴ്സിംഗ് പഠിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ഡൽഹിയുടെ പ്രദേശത്തേക്ക് കടന്നു വരാനിടയായത്. അപ്രകാരം ആദ്യം എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനൊരു ഡെന്റൽ ക്ലിനിക്കില് വേറൊരു ആന്റിയുടെ നിമിത്തമായിട്ട് അവിടെ ചെന്നു. അതായത് വസന്ത് വിഹാർ എന്ന് പറയും, ഡോക്ടർ KT തോമസ്. അദ്ദേഹം മലയാളിയാണ്, കുമ്പനാട്ടുള്ള ഒരു ഡോക്ടറാണ്. ഫാമിലി അങ്ങനെ അവിടെ എന്നെ പരിചയപ്പെടുത്തി അവിടെ കൊണ്ടുവന്ന് ഭാഷ പഠിക്കാനായിട്ട് അവരുമായിട്ട് യോജിച്ച ഡെന്റൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്തു. ഹിന്ദിയൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ നഴ്സിംഗിന്റെ ഇന്റർവ്യൂവിനൊക്കെ പോവുകയും ചെയ്തു. അങ്ങനെയാണ് എനിക്ക് റെഡ് ക്രോസ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയിൽ എനിക്ക് കിട്ടുവാനിടയായത്. അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 4-5 വർഷമായപ്പോഴെങ്കിൽ ഇങ്ങനെ തലവേദന വരുമായിരുന്നു. അതിന് 85 എന്റെ തലയിൽ ഒരു കട്ട ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു, ഇഷ്ടിക. അതായത് കട്ട വീണിട്ട് ഞാൻ ആ സമയത്ത്, അത് ഡൽഹി വെച്ചാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്താണ്, ഞാനുണ്ട്, എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്, 2-3 സഹോദരന്മാരുണ്ട്, ഒരു ടീച്ചറുണ്ട്, ഇവർക്കെല്ലാം ഇന്റർവ്യൂ ആണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഞങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു കെട്ടിടം പണിയുന്ന സമയത്ത് അവരുടെ കയ്യിലോട്ട് ഇട്ടുകൊടുത്ത 2ാം നിലയിലോട്ട് ഇട്ടുകൊടുത്ത കട്ട വീണിട്ട് അത് ഞങ്ങൾ പോകുന്ന റോഡരികിൽ സൈഡിൽ ഇറന്നു പോയി എന്റെ തലയിലും വേറെ സഹോദരുടെ ഉരത്തിൽ ഇങ്ങനെ വീണിട്ട് അന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നോക്കി കണ്ടുനിന്ന ഒരു ക്ലിനിക്കിലെ ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് മെഡിസിൻ ഒക്കെ തന്നു. അങ്ങനെ ഞങ്ങളെ പറഞ്ഞു വിടുകയും ചെയ്തു. അന്നേരം എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്കിപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് കയറുന്നത് റെഡ് ക്രോസിലെ. അതിനുശേഷം 4 വർഷം കഴിഞ്ഞ ശേഷം ഇങ്ങനെ പെട്ടെന്ന് എപ്പോഴും തലവേദന വരും. തണുപ്പ് സീസണിലാണ് എനിക്ക് പെട്ടെന്ന് തലവേദന വരുന്നത്. അങ്ങനെ തലവേദന വന്ന് എപ്പോഴും നമ്മൾ ടാബ്ലറ്റ് എടുക്കുമല്ലോ, ഓടിച്ചെന്ന് ഹോസ്പിറ്റലിൽ ആവാൻ മറ്റൊന്നും നോക്കത്തില്ല, ഓടിച്ചെന്ന് ഡോക്ടറോട് വീഴും, പറയും ഡോക്ടർ മെഡിസിൻ തരും, അത് കഴിക്കും, അല്പം ആശ്വാസം കിട്ടും, പിന്നെയും ഡ്യൂട്ടിക്ക് പോകും. ഇങ്ങനെ കുറെ നാളായപ്പം ഡോക്ടർ മാർവ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹം ഒരു പ്രൊഫസർ ആയിരുന്നു. ഹല്ലേലൂയ. അദ്ദേഹം ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഡിസ്കുട്ടി എപ്പോഴും ഈ മരുന്ന് നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്തു. അതിനുശേഷം യാതൊന്നും കാണുന്നില്ല. പക്ഷെ എനിക്ക് തലവേദന വരുമ്പോൾ എന്റെ ഈ സൈഡ് മുഴുവൻ നീര് വെക്കും എപ്പോഴും. എന്താണെന്ന് എനിക്കും അറിയില്ല. അപ്പൊ സൈനസൈറ്റിസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതിങ്ങനെ കൂടി വന്നപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ഞാൻ അവിടെ വിശ്വാസിയായിട്ട്, ഞാൻ ഒറ്റ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളായിരുന്നു ഹോസ്പിറ്റലിലെ. അപ്പൊ അറിയാമല്ലോ, സാധാരണ ബന്ധുക്കോസ്കാരം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നിന്ദയും പരിഹാസമൊക്കെ ഉണ്ടല്ലോ. കാതിലും കഴുത്തിലും ഇല്ലാത്തതിൻ്റെതായ ഒരു പ്രത്യേകത അവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ കാണുമ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതി കാണുമ്പോൾ അങ്ങനെയുള്ള നിന്ദകളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ സമയങ്ങളിലൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. ഞാൻ പോകുന്നത് അവിടെ ഒരു IPC ചർച്ചിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. തിരുവല്ലയിലുള്ള ഒരു ദേവദാസനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഡേവിഡ് എന്ന് പറയും, ഡേവിഡ് പാസ്റ്റർ. ഇപ്പൊ എനിക്കറിയില്ല എങ്ങനെയാണ്. അവിടെ ദിഷാദ് ഗാർഡനിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്, ഈ പോക്കറ്റില്. ഹല്ലേലൂയ. അവിടെ കടന്നു വരും എന്നെ കാണുവാനായിട്ട് ദേവദാസന്മാരെല്ലാം കടന്നു വരും, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കടന്നു പോകും. പിന്നെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഈ രോഗത്തിന് ഒരു ശമനം കിട്ടാതെ വന്ന് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയില് ഭയങ്കരമായിട്ട്, നേഴ്സറിയിലാണ് എനിക്ക് ഡ്യൂട്ടി. കാരണം ഞാൻ നിൽക്കുന്ന റൂം എന്ന് പറയുന്നത് മുഴുവൻ ഗ്ലാസ് ആണ്. ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഭിത്തിയായിട്ടുള്ള, മറ്റേ മുഴുവൻ ഗ്ലാസ് ആണ്. കാരണം നഴ്സറി എന്ന് പറയുന്നത് 4 കവാടം കഴിഞ്ഞിട്ടേ ആ റൂമിനകത്ത് കയറാൻ പറ്റുള്ളൂ. അത്ര ഒരു പ്രത്യേക റൂമാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ ഇടുന്ന അങ്ങനത്തെ ഉള്ള റൂമാണ്. അവിടെ ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു തലവേദന വന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മേശയുടെ ടേബിളിലേക്ക് ഇങ്ങനെ തല വീഴുന്നത് താഴെ നിന്ന് ഒരു ഗേറ്റ് കീപ്പർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഗേറ്റ് ഇവിടെ നിന്ന് കാണാം, നല്ലോണം കാണാം, 2ാം നില കൊണ്ടൊക്കെയാണ്. അപ്പൊ അങ്ങനെ കണ്ടുകൊണ്ടപ്പം ഞാൻ എഴുന്നേൽക്കുന്നത് മാത്രം അദ്ദേഹം കാണുന്നില്ല. അപ്പൊ അദ്ദേഹം ഓടി മേട്ടനോട് ഇൻഫോം ചെയ്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി ടേബിളിലേക്ക് വീഴുന്ന കണ്ട് എഴുന്നേൽക്കുന്ന കാണുന്നില്ല, എന്തെന്നറിയത്തില്ലെന്ന് പറഞ്ഞു. വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മേട്ടൻ സിസ്റ്ററുമായിട്ട് ഓടി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ടേബിളിന്റെ പുറത്ത് തലവെച്ച് കിടക്കുന്നതാണ് കാണുന്നത്.
അപ്പോൾ ആ സമയത്ത് 2-3 കുഞ്ഞുങ്ങളുണ്ട്, 7 മന്ത് ഡെലിവറി ആയ കുഞ്ഞുങ്ങളെ, പ്രീമേച്ചർ ആയിട്ടുള്ള കുട്ടികള്. അവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പെട്ടെന്ന് മറ്റ് സ്റ്റാഫൊക്കെ വന്ന് അതെല്ലാം കൈകാര്യങ്ങൾ ചെയ്തു. ഡോക്ടർമാരെല്ലാം ഓടി വന്നു. എനിക്കും അറിയില്ല എന്താ സംഭവിച്ചെന്ന്, എനിക്ക് പറയുവാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യം, അന്ന് നല്ല തണുപ്പുള്ള സമയമാണ് അവിടെ. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളില് നല്ല തണുപ്പുള്ള സമയമായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് അവർ കമ്പലെല്ലാം കൂടെ ഇങ്ങനെ കമ്പിളി ഇങ്ങനെ നിലത്തിൽ ഇങ്ങനെ അടുക്കിയായിട്ട് കട്ടിക്ക് ഇട്ടിട്ട് എന്നെ പെട്ടെന്ന് അവിടെ ഇട്ട് കിടത്തിയപ്പോഴത്തേക്ക് എന്റെ താടി ഈ നീര് വെച്ചിട്ട്, താടി ഈ തലയുടെ ഒരു സൈഡും കൂടെ പെടലി നീര് വെച്ചിട്ട് വീർത്തിരിക്കുക. എന്താ സംഭവിച്ചെന്നൊന്നും ആർക്കും അറിയില്ല. വന്നപ്പോ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പറഞ്ഞ് എനിക്ക് കേൾക്കാം. പക്ഷെ എനിക്ക് അങ്ങോട്ട് നാവെടുത്ത് സംസാരിക്കാനും പറ്റുന്നില്ല. ഞാനിങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്, എനിക്ക് വേദനയുണ്ട്. അങ്ങനെ കണ്ട് ഡോക്ടർമാർ പെട്ടെന്ന് വന്നിട്ട് തലവേദന മരുന്നൊക്കെ കഴിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞ് അവർ അതിനുള്ള ഇഞ്ചക്ഷനൊക്കെ തന്നു. എന്തായാലും ആ സമയത്ത് ഉറങ്ങുവാനുള്ള മരുന്നാണ് ആദ്യം ഇവർ ചെയ്തത്. ഉറങ്ങുവാനായിട്ട് നല്ലോണം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് അവര് മരുന്ന് അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് എന്നെ റൂമിലേക്ക്, ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് വാനിൽ തന്നെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷമായിട്ട് പിന്നെ എനിക്ക് എഴുന്നേൽക്കുവാനോ സംസാരിക്കുവാനോ കഴിയാതെ വണ്ണം ആയി തീർന്നു. പെട്ടെന്ന് തന്നെ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എന്റെ രോഗത്തിന്റെ കാഠിന്യാവസ്ഥ കൂടി വന്നു. പല ഡോക്ടർമാര്, വെളിയിൽ നിന്ന് പല ഡോക്ടർമാരെ കൊണ്ടുവന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. അവർ പല ടെസ്റ്റുകൾ നടത്തി, നട്ടെല്ല് കഴിച്ച് വെള്ളം എടുത്തിട്ട് പറഞ്ഞു അത് മെനിഞ്ചൈറ്റിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടൈഫോയിഡ് കൂടിയതായിരിക്കാം എന്ന് പല ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്തിട്ട് അവരെ റിസൾട്ട് പറയുവാണ്. പക്ഷെ ഇതിനാലൊന്നും അതിനകത്ത് കാണുന്നുമില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നടത്തി കഴിഞ്ഞു. അവരെന്ത് ചെയ്തു, പൂർണ്ണമായിട്ടും അനേക ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. ആ മാസങ്ങൾ തൊട്ട് ഹോസ്പിറ്റലിലെല്ലാം കയറിയിരുന്നതാണ്. എന്നെ കൊണ്ടുപോകുമ്പോഴെല്ലാം തല നീര് വെച്ചിരിക്കുന്നതുകൊണ്ട് അധികം അനങ്ങാനും വയ്യ, സംസാരിക്കാനും വയ്യാത്തൊരവസ്ഥയിലായി. 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും എന്റെ വലത്ത് വശം കംപ്ലീറ്റ് പാരാലിസിസ് ആയിപ്പോയി. പാരാലിസിസ് ആയി ഹല്ലേലൂയ തളർന്നു പോയ ഈ സമയത്ത് അവരെന്നെ സ്കാനിങ്ങിന് കൊണ്ടുപോയി. ഹല്ലേലൂയ സെന്റ് സ്റ്റീഫൻ എന്ന് പറഞ്ഞ, ഡൽഹിയില് സെന്റ് സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ എനിക്ക് സ്കാനിങ്ങിന് അവരെഴുതി തന്നു. MRI സ്കാൻ ചെയ്തു. അതിനുശേഷമായിട്ട് പെട്ടെന്ന് തന്നെ ഡോക്ടർമാർ പറഞ്ഞു അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ. അപ്പോൾ എന്റെ മൂത്ത ബ്രദർ ഡൽഹിയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് ഡൽഹിയിലേക്ക് കടന്നു വന്നത്. അങ്ങനെ കമ്പ്യൂട്ടറിന്റെ വർക്ക് ചെയ്യുന്ന ആങ്ങള് എന്റെ കൂടെ ഉണ്ടായിരുന്നു. മൂത്ത ബ്രദർ ഇഞ്ചക്ഷനൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് ആങ്ങളേക്ക്. എന്നാൽ ആ സാഹചര്യത്തിൽ 10-20 ഡോക്ടർമാർ ഒന്നിച്ചുകൂടി എന്നെ സ്കാനിങ്ങിന് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് എന്ത് സംഭവിക്കാം എന്നുള്ള രീതിയിലായതുകൊണ്ട് ഡോക്ടർമാർ മാറാതെ നിന്ന് MRI സ്കാൻ ചെയ്യാൻ തക്കണ ഇടിയായ പറഞ്ഞു. റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഈ സ്കാനിങ്ങിന്റെ പടം കണ്ടപ്പോൾ തന്നെ പറഞ്ഞു അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ. ആങ്ങളോട് പറഞ്ഞു. ആങ്ങള അന്നേരം തന്നെ ബോധം കെട്ട് നിലത്ത് വീണ അവസ്ഥയിലായിരുന്നു. പ്രിയ ജനമേ ഹല്ലേലൂയ. അങ്ങനെ വളരെ വിഷമത്തോടു കൂടിയുള്ള ആ സാഹചര്യത്തില് ആ ഡൽഹിയുടെ പ്രദേശത്ത് ഞാൻ കടന്നു പോകുന്ന ദൈവത്തിന്റെ ദാസന്മാര് ഹല്ലേലൂയ അവിടെ കടന്നു വന്നു. അവരെ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയില്ല. അവരോട് പറഞ്ഞു ഈ രോഗത്തിന് ഇവിടെ ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു. രോഗം അപ്പോഴാണ് കണ്ടുപിടിക്കുന്നത് തലച്ചോറിലുള്ള ഒരു ഞരമ്പ്, ഹല്ലേലൂയ, സെറിബ്രൽ അനൂറിസം എന്ന് പറഞ്ഞ രോഗമാണ് അത്. തലയിലെ നമുക്കറിയാലോ തലമുടി നാര് പോലെയുള്ള ഞരമ്പ്, തലച്ചോറിലെ ഞരമ്പ് പഴുത്തിട്ട് ബ്ലഡും പഴുപ്പുമായിട്ട് ക്ലോട്ടായിട്ട് അതെങ്ങനെ ബലൂൺ വീർത്തിരിക്കുന്നത് പോലെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്രകാരമുള്ള ആ ഞരമ്പ് ഇങ്ങനെ വീർത്തിട്ട് അത് ബലൂൺ പോലെ വീർത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. എപ്പോൾ നമ്മുടെ തലയുടെ മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നനങ്ങിപ്പോയാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ ഇടയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മരണം ഉറപ്പാകും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അത് കാരണം എന്നെ എല്ലാ ഹോസ്പിറ്റലിലും ഉപേക്ഷിച്ചു. പ്രിയ ദൈവജനമേ, ഡൽഹിയിലും UP-യിലുമുള്ള എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി. അവിടേക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെയും എന്നെ ആംബുലൻസിലാണ്, ഞങ്ങളുടെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ തല തൊട്ട് പാദം വരെ അവർ ബെൽറ്റ് ഇട്ട് മുറുക്കും. കാരണം ഒരു വിധത്തിലും ഇത് അനക്കാൻ പാടില്ല. കാരണം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് അനങ്ങാൻ പാടില്ല. ആ നിലയിൽ എന്നെ അങ്ങനെ ബന്ധിച്ചാണ് കൊണ്ടുവന്നത്. അവസാനമായിട്ട് എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞു. മരണം ഉറപ്പെന്ന് 24 മണിക്കൂറിനകം മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അവർ വിധി എഴുതി. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങളുടെ സർജന്മാരിൽ ഒരാൾ പറഞ്ഞു നമുക്ക് ഓൾ ഇന്ത്യയിലേക്ക് ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞ്
അങ്ങനെ ഓൾ ഇന്ത്യയിലെ ഡോക്ടർമാർ ഈ റിപ്പോർട്ട് കണ്ട് അവർ നോക്കിയപ്പോൾ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്താൽ 10% പോലും ലഭിക്കത്തില്ല പ്രിയ ദൈവജനമേ. ഹല്ലേലൂയ. 10% പോലും കിട്ടത്തില്ല എന്ന് ഉറപ്പോടുകൂടി പറഞ്ഞു. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്താലും ഒരു പ്രയോജനമില്ല, അതുകൊണ്ട് മരണം ഉറപ്പാന്ന് പറഞ്ഞു. 24 മണിക്കൂറിനകം മരിച്ചു പോകും. അപ്പോൾ എനിക്ക് അവിടുത്തെ സംസാരിക്കാൻ പറ്റത്തില്ല, എന്റെ കണ്ണുകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. എനിക്ക് ട്രിപ്പ് ഇട്ടതെല്ലാം ഒന്ന് ശരീരത്തിൽ കയറുന്നില്ല, എല്ലാം വെളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ വെള്ളം പോലും എന്റെ നാവിൽ തരുവാൻ അനുവാദമില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു എന്റെ കണ്ടീഷൻ. ഹല്ലേലൂയ. മരണം ഉറപ്പാക്കി. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്റെ കൂട്ടുകാരെല്ലാം എനിക്ക് വേണ്ടി വളരെ കഷ്ടം സഹിച്ച്, എന്റെ കൂട്ടുകാരാണ് എനിക്ക് ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അവർ വന്ന് എന്നോട് എന്റെ കാര്യങ്ങൾ തിരുമ്പുകയും, അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു തിരുമ്മിയിട്ടൊന്നും കാര്യമില്ല, ഇതിപ്പോ മരണത്തോടടുത്ത് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെല്ലാം ഭയങ്കരമായിട്ട് അവരുടേതായ വിശ്വാസം അനുസരിച്ച് എന്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. അവരുടെ വിശ്വാസം, കത്തോലിക്ക ഫാമിലിയുള്ള എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു, അവരൊക്കെയും പൈസകളൊക്കെ നേർച്ചയായിട്ട് ഇടും. അവർ പറഞ്ഞ് ഇത്ര മെഴുകുതിരി കത്തിച്ചോളാം എന്നൊക്കെ അവരുടെ വിശ്വാസം. ഞാനിതൊന്നും അറിയുന്നില്ല. അവരുടെ വിശ്വാസം അനുസരിച്ച് അവരിതെല്ലാം ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ കടന്നുപോയൊരു സാഹചര്യമായിരുന്നു എന്റെ അവസ്ഥ. എന്നാല് ഡോക്ടർമാർ വിധി എഴുതി 24 മണിക്കൂറിന് മരിച്ചു അറിയിക്കൊണ്ട് അറിയിച്ചോളാൻ. അപ്പൊ എന്റെ മൂത്ത സിസ്റ്റർ സ്വിറ്റ്സർലൻഡിലായിരുന്നു. അദ്ദേഹം നാട്ടിലേക്ക് വരുന്ന സമയമായിരുന്നു. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ആദ്യമായിട്ട് നാട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് എന്റെ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് നാട്ടിലേക്ക് പോകാം. ഈ രോഗവിവരമൊന്നും അദ്ദേഹം അറിയുന്നില്ല, കാരണം എന്റെ ചേച്ചി അറിയിച്ചിട്ടില്ലായിരുന്നു. ചെറിയ തലവേദനയെന്ന് മാത്രമാണ് എന്റെ ആങ്ങളെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നേരിട്ട് ഡൽഹിയിലേക്കാണ് വന്നത്. നേരിട്ട് ഡൽഹിയിലേക്ക് വന്നപ്പോൾ തലവേദനയായിട്ട് അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. അവിടെ വന്നപ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു കസിൻ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ബെഞ്ചമിൻ ഡോക്ടർ എന്ന് പറഞ്ഞ, അദ്ദേഹം ഇന്ന് ഭൂമുഖത്തില്ല, ആ സമയത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതൊക്കെ അറിയിച്ചപ്പോൾ പറഞ്ഞു, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസ് ഉപേക്ഷിക്കുന്ന ഒരു ദിവസം കേരളത്തിൽ കൊണ്ടുവന്നിട്ട് പ്രയോജനമില്ല, എന്തിനാ പിന്നെ പാഴ്ചെലവ് ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരും പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൂടെ എന്ന് പറഞ്ഞ് ചേച്ചിയോട് പറഞ്ഞു. അപ്പൊ എന്റെ ചേച്ചി പറഞ്ഞില്ല, എനിക്ക് വിട്ടുതരണം, ഞാൻ എന്റെ വീട്ടിൽ എന്റെ മാതാവും സഹോദരങ്ങളും സഹോദരിമാരൊക്കെ ഉണ്ട്, അവർക്ക് കാണുവാനായിട്ട് വിട്ട് ഞാൻ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ് ചേച്ചിയുടെ കെയർ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ തുണിയിൽ പൊതിഞ്ഞ് എന്നെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നപ്പോഴേ ഡോക്ടർ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ഡോക്ടർ അങ്കിൾ ഇങ്ങനെ പറഞ്ഞു, പാഴ്ചെലവായി ഇതൊക്കെ അല്ലെങ്കിൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നു ഒക്കെ ചോദിച്ചു. എന്നാല് അതെല്ലാം ദൈവത്തിന്റെ എല്ലാം നിവർത്തീകരണമാണ്. കാരണം എന്റെ ചേച്ചി അവിടെ വരുവാനും ചേച്ചി ഒപ്പിട്ട് കൊടുക്കുവാനും നാട്ടിലേക്ക് എന്നെ കൊണ്ടുവരുവാനും ഇതെല്ലാം ദൈവം മുഖാന്തരം ഒരുക്കിയത് കൊണ്ട് മാത്രം ആ ദൈവജനമേ ഞാനിത് പറയുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും പറയുക എന്നാ അതല്ല ഇവിടെ ചെന്ന് നടത്തിക്കളാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് ഭൂമുഖത്ത് ഞാൻ കാണത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം, ദൈവം ഒരാളെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് എന്താഗ്രഹിക്കുന്നോ ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. അത് ഏതറ്റം വരെ പോയാലും ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തണമെങ്കിൽ ദൈവം അതിലേക്ക് തന്നെ കൊണ്ടുവരും. ഹല്ലേലൂയ. അതെങ്ങനെയായിരുന്നാലും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തേണ്ട ദൈവം ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഭവനത്തിൽ കൊണ്ടുവന്നു യാത്രിച്ചെന്ന് പറയട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഭവനത്തില് ദേവദാസൻ, ഹല്ലേലൂയ, ദൈവം അയച്ചിട്ട് കടന്നു വന്നാണ് ദേവദാസന്റെ കൂടെ വേറൊരു സഹോദരനും കൂടെ കടന്നു വന്നു. അങ്ങനെ കടന്നു വന്നപ്പോൾ എന്റെ ഭവനത്തിൽ അനേകം ആൾക്കാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവന്നപ്പോഴേ സാറിന്റെ ഇളയ മകൾ മരിച്ചുപോയി, ഇതാ കൊണ്ടിരുന്നെന്ന് പറഞ്ഞു ആൾക്കാരെല്ലാം ചുറ്റിനും പറഞ്ഞ് അങ്ങനെ സംസാരം ഉണ്ടായി. അവർക്ക് കാണുവാൻ വന്നപ്പോൾ ഇങ്ങനെയാണോ മരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് അനേകർ സംസാര വിഷയങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ ദൈവത്തിന്റെ ദാസൻ, ധൈര്യശാലിയായ ദൈവത്തിന്റെ ദാസൻ ഹല്ലേലൂയ പ്രകാരം പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. ഏതായാലും ഇത്രത്തോളമായല്ലോ, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ഗീതം എന്തെന്നറിയാൻ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ വന്ന എല്ലാവരും ചേർന്ന് ഈ വീട്ടിലുള്ള എല്ലാവരും മുഴുകാൻ മടക്കി ഹല്ലേലൂയ ദൈവത്തോട് അവനവന്റെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ ദാസൻ ആദ്യം വെളിപ്പെട്ട വചനമാണ്. 66 സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ഹൃദയത്തിൽ അകത്യം കരുതിയിരുന്നെങ്കിൽ ദൈവം കേൾക്കില്ലായിരുന്നു, 4 ദൈവം പ്രാർത്ഥന ശബ്ദം
ശ്രദ്ധിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ വചന പ്രകാരം ഇടപെട്ടപ്പോൾ ദൈവത്തിന്റെ ദാസന് ഹല്ലേലൂയ ഒരു ബലമായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസൻ പിന്നെയും പ്രാർത്ഥിച്ച് ഓരോരുത്തരോടും പറഞ്ഞു. എല്ലാവരും കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും നിലവിളിച്ച് ഹല്ലേലൂയ. എന്റെ ഭവനത്തില് എന്റെ മാതാവ്, എന്റെ സഹോദരങ്ങളെ വേണ്ടി അറിയപ്പെടുന്ന സകല ജനവും ഹല്ലേലൂയ എനിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നിലവിളിച്ചു. അവൻ ദൈവദാസനും കർത്താനദാസനും എല്ലാം ഒരുമനപ്പെട്ട് എനിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നിലവിളിച്ച് ഹല്ലേലൂയ. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഈ സാഹചര്യത്തില് ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറയട്ടെ പ്രിയ ദൈവദാസനെ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഇത്രമാത്രം വലിയൊരു പ്രവൃത്തി ഹല്ലേലൂയ വെളിപ്പെടുവാൻ എന്റെ ദൈവം എന്നെ ഭൂമുഖത്ത് ഇത്രത്തോളം ജീവനുള്ള ദൈവം നിലനിർത്തിയത് ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ എന്ന് മാത്രമാണ്. പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ഓരോരുത്തരും അവനവന്റെ പാവങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും എല്ലാവരും കുടുംബമായിട്ട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, പിന്നെയും പ്രാർത്ഥിക്കണം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസന് ഒരു പ്രയോജനം ഉണ്ടായി. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ദാസൻ കൂടെ ഇടപെടുവാനിടയായി. നമുക്കറിയാം യാക്കോബിന്റെ ലേഖനത്തില് ഇപ്രകാരം ഒരു വചനമുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവനോട് ക്ഷമിക്കും. ഹല്ലേലൂയ. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ദാസൻ കടന്നു വന്ന് എന്റെ തലയിലേക്ക് കൈവച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ ഒന്ന് പറയട്ടെ, ഒരു ഇലക്ട്രിക് ഷോക്ക് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ അടിക്കുമ്പോൾ ഹല്ലേലൂയ അതുപോലെയുള്ള ഒരു ഷോക്ക് എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ശരീരത്തിന്മേലേക്ക് കടന്നു വന്നിട്ട് പെട്ടെന്ന് ഞാൻ തലയിൽ ഒരു പെരുപ്പാണ്. അദ്ദേഹത്തിന്റെ കാരം ഞാൻ കണ്ണു തുറന്നപ്പോൾ എന്റെ തലയിലുണ്ട്. ഹല്ലേലൂയ. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ്, എവിടെയാണ് എന്റെ ഭവനത്തിൽ ഇങ്ങനെ വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ ഹല്ലേലൂയ ഇട്ടിരിക്കുന്ന അതേ ഡ്രസ്സില് ഇവിടെ വന്നിരുന്ന എന്റെ ഭവനത്തിലായിരിക്കുന്നല്ലോ കർത്താവ്. ഞാൻ എങ്ങനെയാണ്, എന്നെ കാണുവാൻ എന്നെയൊക്കെ ജനക്കൂട്ട് ഓടി വന്നു. ഹല്ലേലൂയ. ഈ സംഭവം നടക്കുമ്പോൾ എന്റെ ഭവനത്തിൽ ഭയങ്കര വന്ന ഹല്ലേലൂയ നിലവിളിയുടെ മധ്യത്തിലാണ് ദൈവത്തിന്റെ മക്കൾ ഹല്ലേലൂയ അനേകർ എനിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ദാസൻ ഹല്ലേലൂയ ദൈവാത്മാവ് ഇടപെട്ടിട്ട് ദൈവത്തിന്റെ ദാസൻ കടന്നു വന്ന് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. പ്രകാരം പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭയങ്കര ഷോക്ക് അടിക്കുന്ന പോലെ ഒരു പെരുപ്പിന്റെ തലയ്ക്കുള്ളിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് അതിന്റെ പാദം വരെ ആ പെരുപ്പ് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ട് ഞാൻ ചാടി എഴുന്നേൽക്കാണ്. കർത്താവ് ദൈവത്തിന്റെ ആ ദാസൻ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ വലത്തെ കരം പിടിച്ചു യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു പേന എന്റെ കയ്യിലോട്ട് പിടിപ്പിക്കുകയാണ്. അപ്പം 6 മാസക്കാലമായി വെള്ളമോ മരുന്നോ എന്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല. പ്രിയ ദൈവജനമേ ഹല്ലേലൂയ. അബോധാവസ്ഥയിൽ കിടന്നിരുന്ന എന്റെ ശരീരത്തിന്മേൽ ദൈവത്തിന്റെ ശക്തി ഇലക്ട്രിക് ഷോക്ക് പോലെ അടിച്ച് ഹല്ലേലൂയ അങ്ങനെ കിടന്നിരുന്ന് എന്നെ എഴുന്നേൽപ്പിക്കുവാൻ ശക്തനായ ഒരു ദൈവം. ഹല്ലേലൂയ. സർവശക്തൻ, സർവശക്തൻ, എല്ലാത്തിനും മേലായ കർത്താവ് യേശു ക്രിസ്തു ആകുന്ന ദൈവം ഹല്ലേലൂയ സർവശക്തനായ ദൈവം എന്റെ മേൽ ജീവൻ നൽകി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ ഹല്ലേലൂയ ദൈവദാസന്മാരെ ഞാൻ പറയുമ്പോൾ ആ ശക്തി ഹല്ലേലൂയ അറിയാമോ നമ്മുടെ ശരീരത്തിന് പ്രവർത്തിച്ചിട്ട് ഹല്ലേലൂയ ഞാൻ എഴുന്നേൽപ്പനിടയായി കണ്ണു തുറന്നു നോക്കുമ്പോൾ എന്റെ ചുറ്റിനും വലിയ ആൾക്കൂട്ടമാണ്. എന്തെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ആ നാട്ടുകാർക്ക് തന്നെ അറിയുവാൻ തക്കണ ഇടയായ ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അവിടെ കൂടിയിരുന്ന ജനമൊക്കെ വളരെ അത്ഭുതം. ദൈവത്തിന്റെ ദാസൻ ഒരു പേപ്പർ എടുത്തിട്ട് എന്നോട് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ എഴുതുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതിയപ്പോൾ എന്റെ പേന ഒന്നും പിടിക്കത്തില്ല, കയ്യിലിങ്ങനെ വിറയ്ക്കുന്ന അവസ്ഥ. എന്നാലും ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ഞാൻ എഴുതി. ഹല്ലേലൂയ. അപ്രകാരം ദൈവം എന്നെ ബലപ്പെടുത്തി. പ്രിയ ദൈവജനമേ ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം വർഷക്കാലം ജീവിപ്പാൻ കർത്താവിന്റെ കൃപ തന്നു. ഹല്ലേലൂയ. അന്ന് തൊട്ട് ഈ നാഴിക വരെയും കർത്താവിന്റെ ഭൂമുഖത്ത് നിലനിർത്തിയിരിക്കുകയാണ് പ്രിയ ദൈവജനമേ. അതിനുശേഷമാണ് എന്റെ വിവാഹമൊക്കെ നടക്കുന്നത്. നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെയും പെൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വിവാഹം നടന്നില്ല എങ്കിൽ നമുക്കറിയാമല്ലോ പല മാതാപിതാക്കൾക്ക് ഭയങ്കര വിഷമമാണ്. ഒരു പ്രായപൂർത്തിയായി കഴിയുമ്പോൾ വിവാഹം നടന്നില്ല എങ്കിൽ. അപ്പൊ ഇത്രയും വലിയ രോഗം വന്ന വിവാഹം ചെയ്യുവാൻ ആരുമില്ല. ഹല്ലേലൂയ. ഇത് എന്നെ വിവാഹം ചെയ്തത് എന്റെ ജീവിതത്തിൽ അത്ഭുതം നടന്ന ഈ പ്രവൃത്തി കണ്ണാലെ കണ്ട വ്യക്തിയാണ് എന്നെ വിവാഹം ചെയ്തത്. ഇതൊന്നും നമുക്ക് പറയാൻ ഒരു യോഗ്യതയില്ല, ഒരു കഴിവോ ഒരു പ്രാപ്തിയില്ല. പ്രിയ ദൈവജനമേ ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസൻ വിവാഹം ചെയ്യുവാനിടയായത്. ഹല്ലേലൂയ.
അതിൽ ദൈവത്തിന്റെ ദാസനിൽ കൂടി ഹാലേലുയ ഇപ്രകാരം പറഞ്ഞു, ദൈവത്തിന്റെ പ്രവൃത്തി ഹാലേലുയ ദേശത്തിൽ സാക്ഷിയായി നിൽക്കണം. ഹാലേലുയ ജോലി അല്ല ഇനിയുമുള്ളത്, ഹാലേലുയ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കണം. അത് എത്രത്തോളം കർത്താവ് നടത്തും അത്രത്തോളം സാക്ഷിയായി നിൽക്കണം. അതിൻ പ്രകാരമായി എന്റെ ജീവിതം മുന്നോട്ട് ഞാൻ സമർപ്പിച്ചു. ഹാലേലുയ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഹാലേലുയ എന്നോട് ഡോക്ടർമാർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ലിസിക്കുട്ടി വിവാഹം ഒന്നും കഴിക്കണ്ട, ഹാലേലുയ പ്രഗ്നൻസി ഒക്കെ ആയി കഴിഞ്ഞാൽ ഡെലിവറിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ പ്രിയ ദൈവജനമേ, ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, മരണത്തിൽ നിന്ന് വിടുതൽ തന്ന് മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് എഴുന്നേൽപ്പിച്ചു തന്ന എന്റെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. ജീവനുള്ള ദൈവമെന്ന് വെളിപ്പെടുത്തുവാൻ തക്കണ കർത്താവ് എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. ഡൽഹിയുടെ പ്രദേശത്ത് ഞാൻ ഹാലേലുയ എന്നെ അറിയുന്ന എല്ലാ ഡോക്ടർമാരും എന്റെ ജീവിതത്തിൽ ഹാലേലുയ ഉണ്ടായ സംഭവങ്ങൾ അറിഞ്ഞ വ്യക്തികൾ എല്ലാവരും എന്നെ കാണുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഹാലേലുയ പ്രകാരം എന്റെ കുടുംബത്തിൽ എനിക്ക് വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് പിന്നെ പ്രഗ്നൻസി ആകുമല്ലോ, അത് ഡോക്ടർമാർ പറഞ്ഞത് വിലക്കിയിരുന്നു. എന്നാല് എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊന്നും സാധിക്കില്ല, ഹാലേലുയ ഞരമ്പിനാണ് കോംപ്ലിക്കേറ്റ്, ഞരമ്പ് വലിയും, അതുകൊണ്ട് യാതൊരു വിധത്തിലും ഡെലിവറി ഒന്നും അനുവദിച്ചുകൂടാന്ന് പറഞ്ഞു. എന്നാൽ എന്റെ ദൈവം സ്വർഗത്തിലെ വലിയവനായ ദൈവം എനിക്ക് പ്രഗ്നൻസി ഡെലിവറി ആകുവാൻ കർത്താവിനെ സഹായിച്ചു. ആദ്യത്തെ മൂത്ത ആൺപൈതല് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലാണ് ഡെലിവറിക്ക് വേണ്ടി ഞാൻ ഡൽഹിയുടെ പ്രദേശത്ത് നിന്നും കടന്നു വന്നത്. ഹാലേലുയ ഞാൻ അവിടെ പ്രഗ്നൻസി ആയപ്പോൾ ഞാൻ തിരിച്ച് എന്നെ ജോലിക്ക് അവർ വീണ്ടും വിളിപ്പിച്ചു. ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് സ്വീകരിക്കാതെ അവർ എന്നെ വീണ്ടും വിളിപ്പിച്ചിട്ട് അവിടെ നിർത്തി. അപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആകുന്നത്. ഹസ്ബൻഡുമായിട്ട് പോയി അവിടെ ഡെലിവറിക്ക് വേണ്ടി അവർ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ തന്നെ നിന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ഓപ്പറേഷൻ വേണ്ട, അത് നോർമൽ ആയിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്റെ മാതാവ് എന്നോട് പറഞ്ഞിരുന്നു, ഹാലേലുയ നോർമൽ ഡെലിവറി ആകാൻ പാടില്ല, ഹാലേലുയ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ ദൈവം അതെന്നെ നോർമൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട് കിടത്തിയെങ്കിലും ഓപ്പറേഷന്റെ സമയത്ത് സ്വർഗത്തിലെ ദൈവം നോർമൽ ഡെലിവറി ആക്കി തന്നു. ഹാലേലുയ അപ്രകാരം ദൈവം അത്ഭുതം പ്രവർത്തിച്ച് പ്രിയ ദൈവജനമേ, അസാധ്യമായതിനെ സാധ്യമാക്കി തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹാലേലുയ നമ്മൾ ഇത്രത്തോളം നിലനിർത്തിയ ദൈവം, ഹാലേലുയ അത് ഞങ്ങൾ വിശ്വാസമില്ലാഞ്ഞിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലുകാരും ഡോക്ടർമാരൊക്കെ എന്നെ വീണ്ടും വിളിപ്പിച്ചു. ഹാലേലുയ സർവ്വ ചെലവും ഞങ്ങൾ തരും, നീ വരണം, ഡൽഹിയുടെ പ്രദേശത്ത് വരണം. അപ്പൊ ഞാൻ മൂത്തപ്പഴത്തന്നെ ഒരു 3 മാസം ആയി കഴിഞ്ഞപ്പോ ഞാൻ പേഴ്സണൽ ലെറ്റർ കൊടുക്കാനായിട്ട് പോയി. അവർ സ്വീകരിച്ചില്ല. എന്നിട്ട് പറഞ്ഞു 1 വർഷക്കാലങ്ങൾ ജോലികൾ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെയ്തില്ല. പിന്നീട് അവസാനം ഞാൻ റിസൈൻ ചെയ്തു. അങ്ങനെ ഡൽഹിയുടെ പ്രദേശത്ത് എന്നെ കാണുവാനായിട്ട് അനേക ഡോക്ടർമാർ വന്നു. ഞങ്ങളുടെ അവിടെ ഒരു മാഗസിൻ ഉണ്ട്, മലേറിയ സെക്ഷന്റെ ക്യാൻസറിന്റെയും ഒരു മാഗസിൻ ഉണ്ട്. ആ മാഗസിനകത്ത് എന്റെ ഫോട്ടോയും ടെസ്റ്റ് മണിയൊക്കെ അവർ തന്നെ എഴുതുവാനിടയായി. കാരണം ഇങ്ങനെ ഒരു മെർക്കൾ അവരാരും കണ്ടിട്ടില്ല. ഹാലേലുയ അതിനുശേഷമായിട്ട് ടെസ്റ്റ് മണിക്ക് വേണ്ടി ഞാൻ ഡൽഹിയുടെ പ്രദേശത്ത് ചെന്നു. ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ മേലധികാരി ആയിരിക്കുന്ന കേണൽ ഗുലാട്ടി എന്ന് പറഞ്ഞ സാറ്, അദ്ദേഹം അവിടെ കടന്നു വന്ന് വലിയൊരു മീറ്റിങ്ങും വെച്ചു. അതിനുശേഷമായിട്ട് അദ്ദേഹത്തിന് 2 ഹിന്ദി ബൈബിൾ, ഒരു ഇംഗ്ലീഷ് ബൈബിൾ എല്ലാം കൊടുത്തു. ഞങ്ങളിങ്ങനെ ടെസ്റ്റ് മണി പറയുവാനായിട്ട്, ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് നേവിയിലെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു, അദ്ദേഹവും കടന്നു വന്നു. അങ്ങനെ ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്തു. എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി. ഹാലേലുയ ദൈവം ജീവിക്കുന്ന ദൈവം ഉണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ തക്കണം. ഡൽഹിയുടെ പ്രദേശത്ത് ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലിനുള്ളിലും ഹാലേലുയ ദൈവം വലിയ ചെയ്തു. ഹാലേലുയ എന്നെ കണ്ടപ്പോൾ എന്റെ ഡോക്ടർമാരെല്ലാം തിരിച്ചു വന്നപ്പോൾ അവർക്ക് അതിശയമായിരുന്നു. കാരണം എന്നെ തൊടുവാനൊക്കെ അവർക്ക് ഭയമായിരുന്നു. ഡോക്ടർ രേഖ സരീനാണ് ചീഫ് മെഡിക്കൽ ഓഫീസർ. അവരിങ്ങനെ പറഞ്ഞു, ലിസുകുട്ടി തന്നെയാണോ എന്ന് ചോദിച്ച് എന്നെ ഇങ്ങനെ തൊട്ടു നോക്കി. എന്നിട്ട് വളരെ കെട്ടിപ്പിടിച്ച് കരയുവാനിടയായി ഡോക്ടർ ഇങ്ങനെ. ഹാലേലുയ അവർ പറഞ്ഞു, ലിസുകുട്ടി നിനക്ക് 2ാം ജന്മം ദൈവം തന്നിരിക്കുന്നു, ഇതുപോലൊരു മെറുക്കൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ഹാലേലുയ അപ്രകാരം എന്നോട് പറഞ്ഞു, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രീസ്റ്റിനെ ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റേ മാസക്കാലം ഞാൻ ഡൽഹിയുടെ പ്രദേശത്തു നിന്നും തിരിച്ചു ശേഷമായിട്ട് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പാസ്റ്ററും എന്റെ മാതാവും സഹോദരനുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് കടന്നു വന്നൊക്കെ ഇടയായി. പ്രകാരം അവിടെ വന്ന ആ ദൈവത്തിന്റെ ദാസൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം വിടുതൽ കൊടുത്ത പ്രകാരം ചില കാര്യങ്ങളൊക്കെ ഞങ്ങളെ CMയോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അതൊക്കെ അവർക്ക് വിശ്വാസമായി തോന്നിയില്ല. എന്നാ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ അവർക്ക് വിശ്വാസമായി. അപ്രകാരമൊക്കെ വെളിപ്പെട്ടു. പിന്നെ CK ശർമ്മ എന്ന് പറഞ്ഞ സർജൻ, ഹാലേലുയ UP-യുടെ പ്രദേശത്തുള്ള ഡോക്ടറാണ്. CK ശർമ്മ എന്ന് പറയും, നവജീവൻ ഹോസ്പിറ്റലിലെ. ഹാലേലുയ ആ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ആ ഡോക്ടർക്ക് വളരെ വിടുതലുണ്ടാകുവാനിടയായി. അപ്രകാരം 3 പ്രാവശ്യം അറ്റാക്ക് വന്ന ഡോക്ടറാണ്. പിന്നീട് അറ്റാക്ക് ഉണ്ടായിട്ടില്ല. ഹാലിൽ അപ്രകാരം അറിയുവാനിടയായി. അങ്ങനെ ദൈവം വളരെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ആ ദൈവത്തിന്റെ ദാസൻ കൂടി ദൈവം ആരെന്ന് തെളിയിപ്പാൻ ഇടയായി. അങ്ങനെ ഹാലിലിയ ഡൽഹിയുടെ പ്രദേശത്തും ഞാൻ കടന്നു വരുന്ന ഹോസ്പിറ്റലിലൊക്കെയും ഞങ്ങൾക്ക് സാക്ഷിയായി തീരുവാൻ സ്വന്തം സഹായിച്ചു. അവിടുന്ന് വലിയ ദൈവം ചെയ്ത് ഇത്രത്തോളം ഭൂമിയുടെ മുഖത്ത് ജീവനുള്ള ദേഹിയായി ദൈവം നിലനിർത്തിയിരിക്കുന്നു. ഇന്ന് ഞാൻ ആയിരിക്കുന്നത് ഈ വാഴൂരിന്റെ പ്രദേശത്തെ 14 മൈൽ ഹാലേലുയ ടാണാങ്കൽപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ആയിരിക്കുന്ന ഭവനത്തിൽ ഞങ്ങളിങ്ങനെ 2000-ലാണ് ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ ഞങ്ങളിങ്ങനെ വാടക ഭവനത്തില് ചെറിയൊരു ഭവനമായിരുന്നു. അവിടെ തുടർമാനം ഞാൻ ദൈവസന്നിധി തീരുമാനമെടുത്തു. കർത്താവെ, ദൈവസന്നിധിയില് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊള്ളാം. ദൈവസന്നിധിയിൽ എനിക്ക് പുതിയ ജീവൻ തന്നെ നിലനിർത്തി. ഒരു യോഗ്യതയില്ലാത്ത തന്നെ ഇത്രത്തോളം ഭൂമിയുടെ മുഖത്ത് കർത്താവ് നിലനിർത്തിയല്ലോ. അപ്രകാരമെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ നിന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ദൈവത്തോട് തീരുമാനമെടുത്ത് പ്രകാരം അവിടെ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ആ ഭവനത്തിൽ അനേകർ കടന്നു വന്ന് വിടുതൽ പ്രാപിച്ച് കടന്നുപോയൊരു സന്ദർഭമായിരുന്നു. കോവിഡിന്റെ സീസൺ ആയതുകൊണ്ട് എല്ലാരും വിലക്കി അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ആ പ്രാർത്ഥന പിന്നെ തുടർമാനം കൊണ്ടുപോകാൻ കഴിയാതെ വന്നു. ഇതിലൊക്കെ ഞാൻ പറയുന്നത്, എന്റെ ഡെലിവറി സമയത്ത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു നിന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നോർമൽ ഡെലിവറി ആക്കി തന്നൊരു സമയം. ഹല്ലേലൂയ. ദൈവം വേദനകളൊക്കെ വന്നെങ്കിലും സഹിക്കാവുന്ന വേദന മാത്രം. ഡോക്ടർക്കും അതിശയമായിരുന്നു. ഡോക്ടർ പറഞ്ഞു കുട്ടിയുടെ തല വലുതാകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ആരോടും ഞാൻ ഈ ഹിസ്റ്ററി ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഹിസ്റ്ററി അറിയുന്നത് 3ാമത്തെ പൈതലിന്റെ ഡെലിവറിയുടെ സമയത്താണ്. ഒരു ഡോക്ടറിനോട് ചോദിച്ചു, ലിറ്റി പോൾ എന്ന് പറഞ്ഞ ഡോക്ടർ NSS മെഡിക്കൽ മിഷനിലുണ്ടായിരുന്ന ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ഇതിനു മുൻപായിട്ട് എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പൊ ഈ ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭവനത്തിലേക്ക് പോകുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ജീവൻ പുതുതായിട്ട് കിട്ടിയതാ. കാരണം ഞാൻ മരിച്ചുപോയൊരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ എനിക്കൊരു ജീവൻ തന്നു. ആ ഡോക്ടർ നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറയാ, ഈ കാര്യം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഏറ്റെടുക്കത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാ ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കാഞ്ഞത്. അതുകൊണ്ടാ ഇത്രത്തോളം ദൈവം അതിശയമായി നടത്തിയില്ല, എല്ലാ കാര്യങ്ങളും നടത്തിയില്ലോ. ഇത്രത്തോളം ദൈവം ഇന്നും നിലനിർത്തിയിരിക്കുന്ന പ്രിയ ദൈവജനമേ, ഒരു കഴിവോ നമ്മുടെ പുണ്യപ്രവൃത്തി യാതൊന്നുമല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലോ, നമ്മൾ വിശ്വസിച്ചാൽ മതി. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടത്, ദൈവത്തിന്റെ വചനം ജീവന് ചൈതന്യമുള്ള ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിയും മജ്ജകളെയും വേറ് വിടിവിക്കുന്നത് തുളച്ചു ചെല്ലുന്നതുമായ ഹല്ലേലൂയ അരുമനാഥ ഈ വചനം വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കും. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഈ വചനം എന്റെ ഹൃദയത്തോട് ഇടപെടുവാൻ തക്കണ ഇടയായി. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ഹല്ലേലൂയ, ദൈവത്തിന്റെ ജീവൻ പകരുന്നതും ചൈതന്യം ഉളവാക്കുന്നതും ഹല്ലേലൂയ ഇരുവായ്ത്തല ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ വചനമാണ്. ആ ഇരുവായ്ത്തല വചനം എന്ന് പറയുമ്പോൾ, വായ്ത്തലയുള്ള വാളെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ 2 സൈഡിൽ ഒരുപോലെ മൂർച്ചയുള്ളവർ, അതാണ് ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം അതെവിടെയൊക്കെ കടന്ന ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേറ് വിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനം. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നവരിലാണ് ഇത് വ്യാപരിക്കുന്നത്. അപ്പോൾ വിശ്വാസമാണ് ഏറ്റവും മുഖ്യമായ ഘടകം. വിശ്വാസം ഇല്ലാതെ നമുക്ക് എന്തും പറഞ്ഞു വിടാൻ എളുപ്പമാണ്. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാലുണ്ടല്ലോ ആ വചനത്തിന്റെ ശക്തി നമ്മളിൽ അത് വ്യാപരിക്കും. ഹല്ലേലൂയ. അസ്ഥിക്കുള്ളിലിരിക്കുന്ന മജ്ജ, നമുക്കറിയാം അസ്ഥിക്കുള്ളിലിരിക്കുന്ന മജ്ജയ്ക്കുള്ളിൽ പോലും ഇതിന്റെ ശക്തി വ്യാപരിക്കും. അതിങ്ങനെ വിശ്വാസത്താൽ നമ്മൾ ഏറ്റുപറയണം. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് ഏറ്റുപറയുകയും വചനം നാവ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ആ വചനത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളത്തിൽ വ്യാപരിക്കും. പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ. അങ്ങനെയാണ് ഇന്ന് ഭൂമുഖത്ത് ജീവനുള്ള ദേഹിയായി എന്റെ കർത്താവിനെ നിലനിർത്തിയിരിക്കുന്ന ഈ യേശുവിനെ എത്ര സ്തുതിച്ചാലും എത്ര വന്ദിച്ചാലും എത്ര പോഷിച്ചാലും മതി വരത്തില്ല. കാരണം അത്രമാത്രം വലിയൊരു ജീവനാണ് എനിക്ക് നൽകിയത്. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് 3 ആൺമക്കളുണ്ട്. തലമുറ. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് ശ്രേഷ്ഠകരമായ ഒരു കർത്താവിന്റെ ദാസനാണ് എന്നെ വിവാഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്. എന്നാൽ ഇപ്പോൾ സുവിശേഷ വേലയോടുകൂടി ആയിരിക്കുന്നു. ദൈവത്തിന്റെ സാക്ഷിയെ നിൽപ്പാനും ഞങ്ങൾ ഒരുമിച്ച് കടന്നു പോകാറുണ്ട്. പരസ്യ യോഗങ്ങളിലെ ഞങ്ങൾ കുറെ നാൾ ജീസസ് വോയിസ് എന്ന് പറഞ്ഞ മിനിസ്ട്രിയിലായിരുന്നു. അങ്ങനെയായിരുന്നപ്പോൾ അവിടെ എല്ലാ ചൊവ്വാഴ്ചക്കാരും ഞങ്ങളെ സാക്ഷ്യം പറയാൻ കോട്ടയത്തിന്റെയും
കുമരകത്തിന്റെ പ്രദേശത്ത് അവിടെയുള്ള എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ കടന്നു പോകുമായിരുന്നു. അവിടെയുള്ള ഒരു ജോഷി പാസ്റ്ററുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ പോകുമായിരുന്നു. അപ്രകാരം ദൈവത്തിന്റെ ആ സാന്നിധ്യം ഇന്നും ഞങ്ങളെ നിലനിർത്തുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ 14 മൈൽ താമസിക്കുന്ന IPC സഭയിൽ കൂടുന്നു. അവിടെ ഞങ്ങൾ ഇങ്ങനെ കർത്താവിന്റെ സാക്ഷിയായിട്ട് എന്നെ വിളിക്കുന്ന ഇടങ്ങളിലെല്ലാം ലേഡീസ് മീറ്റിങ്ങിന്റെ പ്രയറിലെല്ലാം കടന്നു പോകും. അനേകർ എന്നെ വിളിക്കാറുണ്ട്. അപ്രകാരം തന്നെ സാക്ഷി പറയുവാനും സൂം മീറ്റിങ്ങിലും അതുപോലെ വാട്സാപ്പ് മീറ്റിങ്ങിലും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ സാക്ഷിയായിട്ട് പറയാറുണ്ട്. അങ്ങനെ കടന്നുപോയി അനേകർക്ക് ഒരു വിടുതലായി തീരുവാനും, അനേകർ രോഗശയിൽ കിടക്കുന്ന വ്യക്തികൾക്ക് ഒരു പ്രചോദനമാകുവാനും, അവർക്ക് പ്രാർത്ഥിക്കുവാനും, അവർക്ക് ഒരു ശക്തി പകരുവാനും ഒക്കെ ദൈവം അതിൽ കൂടി നടത്തുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമാണ്. പുകഴുവാൻ ഒന്നുമില്ല പ്രിയ ദൈവജനമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് പുകഴാൻ ഒന്നുമില്ല. കർത്താവ് ഇന്നും ഭൂമിയുടെ മുഖത്ത് അടിയനെ നിലനിർത്തിയിരിക്കുന്ന പ്രിയ ദൈവജനമേ. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങള് 3 ആൺമക്കളാണ് എനിക്കുള്ളത്. ഹല്ലേലൂയ. 3 കുഞ്ഞുങ്ങളും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആയിരിക്കുന്നു. അവർക്ക് ചെറിയതായിട്ടുള്ള ജോലിയുണ്ട്. ഒരാള് ജോലിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ ദൈവമക്കളും ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് പറഞ്ഞതിലല്ല, നമ്മുടെ അനുഭവത്തിൽ കൂടി നമുക്കത് രുചിച്ചറിയുമ്പോൾ അതിന്റെ മാധുര്യം നമുക്ക് മനസ്സിലാകും. നമ്മൾക്കറിയാം, എന്തെങ്കിലും രുചിച്ചറിയാതെ നമുക്കതിന്റെ രുചി മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ, നമ്മൾ ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ യഹോവ നല്ലവനെന്ന് ദിനംതോറും രുചിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളിൽ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കാൻ ഹല്ലേലൂയ നമ്മൾ അതിൽ മുന്നോട്ട് നീങ്ങണം. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു വചനം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദിനവൃത്താന്ത പുസ്തകത്തിലെ 2 ദിനവൃത്താന്തം അതിന്റെ 13 വാക്യം ഞാൻ ഒന്ന് വായിച്ചോളട്ടെ. ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോൾ മഹാമാരി വരുത്തുകയോ ചെയ്താൽ ഹല്ലേലൂയ, ജനത്തിന്, അതായത് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടായാൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിക്കണം. അങ്ങനെ തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഹല്ലേലൂയ, ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, ഏത് മഹാമാരി വന്നാലും ഹല്ലേലൂയ, വ്യാധി വന്നാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മളുടെ പാപം അത്രേ നമ്മൾക്ക് ഹല്ലേലൂയ വിടുതൽ ലഭിക്കാതിരിക്കുന്നത്. നാം തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കും, തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ, നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ദേശത്തിന് സൗഖ്യം കൊടുക്കാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ അകൃത്യങ്ങൾ എത്രയും, നമ്മുടെ പാപങ്ങൾ എത്രയും, നമ്മോട് വിടുതൽ അനുഭവിക്കാതിരിക്കുന്ന, അതിന് തടസ്സമായി നിൽക്കുന്നത് ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ തടസ്സമാകുന്നത് നമ്മുടെ പാപങ്ങളാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന ദൈവജനം ഹല്ലേലൂയ, ഈ നാളിൽ കർത്താവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ ഇപ്പൊ നമുക്കറിയാം ഹല്ലേലൂയ, പ്രകൃതിക്ഷോഭവും മറ്റു കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കും. കാലാവസ്ഥയ്ക്കെല്ലാം വലിയ വ്യതിയാനമാണ്. ഹല്ലേലൂയ. ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തില് ഹല്ലേലൂയ, ഇപ്പോൾ നടക്കുന്ന യുദ്ധശ്രുതികള്, ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിനങ്ങളിലെ വടക്കേന്ത്യയുടെ പ്രദേശത്ത് ദൈവദാസന്മാരെയൊക്കെ ജയിലിൽ പിടിച്ചടച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങനെ ഒരു സാക്ഷി ഞാൻ കേട്ടു. അതൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. കൺവെൻഷൻ, ഞാൻ ഇങ്ങനെ ഒരു കൺവെൻഷന് പോയപ്പോൾ ലേഡീസ് മീറ്റിങ്ങിനാണ്, അതായത് മാരാമൺ കൺവെൻഷൻ. അന്നത്തെ ഒരു അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി, ഒരു ദൈവദാസനെ 28 മാസം ആ ജയിലിൽ കിടക്കണ്ടായിട്ട് വന്നു. എന്നാൽ ആ ദൈവദാസൻ അവിടെ കിടന്നുവെങ്കിലും 27 ആത്മാക്കളെ കൊണ്ട് പുറത്തിറങ്ങുവാൻ ഇടയായി.
അപ്പൊ ആ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്? നമുക്ക് കഷ്ടങ്ങളുണ്ട്, പ്രതികൂലമുണ്ട്, പ്രതിസന്ധികളുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നുണ്ട് ഈ വക കഷ്ടത്തിൽ നിന്നെ വേർതിരിക്കുന്നത് ഹല്ലേലൂയ. വചനം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമയമില്ലാത്തല്ല. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഈ സ്വർഗത്തിൽ നിന്ന് നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണ്? കഷ്ടതയോ ആപത്തോ വാളോ നഗ്നതയോ ഇതൊന്നും കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മളെ വേർപിടിക്കത്തില്ല. ഹല്ലേലൂയ. ഇതൊക്കെ സഹിച്ചൊരു പൗലോസിന്റെ കഷ്ടത നമ്മുടെ ആരുടെയും ജീവിതത്തിൽ വന്നിട്ടില്ല. ഞാൻ ഓർത്തു, എന്റെ ജീവിതത്തിൽ ഈ വക കഷ്ടതകളൊക്കെ വന്നപ്പോൾ, ഈ മരണശയ്യയിൽ കിടന്നപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്റെ ആശയൊക്കെ അറ്റുപോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി എനിക്കൊരു മുന്നോട്ടൊരു ജീവിതമില്ലെന്നൊക്കെ ഞാൻ ചിന്തിച്ച വ്യക്തിയാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ പൗലോസ് സഹിച്ച കഷ്ടത ഞാൻ ഓർത്തു. ഹല്ലേലൂയ. കപ്പൽ യാത്രയിലൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ, വെളിച്ചം കാണാതെ കടന്നിരുന്ന ആ അവസ്ഥ. ഹല്ലേലൂയ. അപ്രകാരം ദൈവത്തിന്റെ പ്രവൃത്തി, വചനം പറഞ്ഞ് എന്റെ ആശയൊക്കെ അറ്റുപോയി. മുന്നോട്ടുള്ള ആ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികളൊക്കെ അറിഞ്ഞെന്ന് കണ്ടപ്പോൾ ആശയൊക്കെ അറ്റുപോയി. എന്നാൽ ദൈവം തക്ക സമയത്ത് തന്റെ ദാസനെ ബലപ്പെടുത്തിയാണ് ദൂതൻ അയച്ച് പരിശുദ്ധാത്മാവിനാൽ തന്റെ ദാസനോട് ഇടപെട്ട് നിന്റെ കൂടെയുള്ള ജനത്തെ നിനക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ. അപ്രകാരമൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ആ ആത്മബലം, ഹല്ലേലൂയ, ഞാൻ ഓർത്തു. അങ്ങനെയൊക്കെ കിടക്കയിൽ കിടന്ന് ഞാൻ ചിന്തിച്ചൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ എനിക്കൊരു മുന്നോട്ടൊരു ജീവിതമില്ല, ഇതുകൊണ്ട് അവസാനിച്ചു, എനിക്കൊരു കുടുംബസ്ഥയായി ജീവിക്കാനോ യാതൊരു കഴിവോ പ്രാപ്തിയോ എനിക്കില്ല. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഞാൻ നിലവിളിച്ചു. എനിക്ക് പറയുവാൻ സംസാരിപ്പാൻ കഴിയത്തില്ലായിരുന്നു. നാവെടുത്ത് സംസാരിപ്പാൻ കഴിയത്തില്ല, നാവനക്കത്തില്ല, കണ്ണുകളെല്ലാം അടഞ്ഞു വെറും അസ്ഥികൂടം മാത്രമായിട്ട് കിടന്നിരുന്ന ആ സാഹചര്യത്തിൽ നിന്നാണ് ദൈവം ഇത്രത്തോളം ഭൂമിയുടെ മുഖത്ത് ജീവനുള്ള ദേഹിയെ നിലനിർത്തിയിരിക്കുന്നത്. പ്രിയ ദൈവജന്മേ, പുണ്യപ്രവൃത്തി ഒന്നുമല്ല. ഹല്ലേലൂയ. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് തകർത്ത് കളയാതെ വണ്ണം ദുഷ്ടൻ എത്ര മാത്രം പോരാടിയാലും അതിൽ നിന്നൊക്കെ ദൈവത്തിന്റെ കൃപ ഇത്രത്തോളം ഭൂമിയുടെ മുഖത്ത് ജീവനുള്ള ദേഹിയായി നിലനിർത്തിയിരിക്കണം. ആ ദൈവത്തിന്റെ കൃപയ്ക്കൊത്തണമായി മുന്നേറിക്കൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ എന്നെ സമ്പൂർണമായി ഞാൻ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന ദൈവജനത്തിന് ഒരു വിടുതലായി തീരണം. ഹല്ലേലൂയ. ഒരു സാക്ഷി മറ്റു സാക്ഷികളും കണ്ടെത്തണം, ജീവൻ പകരുവാൻ തക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇത് വ്യാഖ്യ തീർക്കട്ടെ എന്ന് സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിച്ചു കൊള്ളുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം എനിക്ക് എത്രത്തോളം ഈ ഒരു സാഹചര്യം ഒരുക്കി തന്ന ദൈവത്തിന്റെ ദാസനും ദാസിക്കും വളരെ കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. വളരെ താങ്ക്സ്. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുണ്ട്. ഇരുന്നോളും. താങ്ക് യു സിസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ് പങ്കുവച്ചത്. ഒരു അബോധാവസ്ഥയിലാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ? നാട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യം ഒന്നും അറിയത്തില്ലായിരുന്നു. ഇല്ലില്ല. പ്രാർത്ഥിച്ച് ആ പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ബോധത്തിലേക്ക് മടങ്ങി വരുന്നത്. അങ്ങനെ കണ്ണൂർ നോക്കുമ്പോ ദൈവത്തിന്റെ ദാസന്റെ കരം എന്റെ തലമേൽ ഇരിക്കുന്നു. എന്നാ ദൈവദാസൻ ഇന്നും ഉണ്ട് കേട്ടോ, മുഖത്തുണ്ട്. പ്രായമേറെയായി കൂടുകുളഞ്ഞിയുടെ പ്രദേശത്ത് എന്റെ ഫോട്ടോ എല്ലാം ഇങ്ങനെ സ്റ്റാമ്പാക്കി എല്ലാ സ്റ്റാഫിനും കൊടുത്തിരുന്നു, മരിച്ചുപോയെന്നും പറഞ്ഞ്. അതിൽ ഒരു എവിടെ ഫോട്ടോ? ഹോസ്പിറ്റലിൽ, ഡൽഹി ഹോസ്പിറ്റലിൽ. ഡൽഹി ഹോസ്പിറ്റലിൽ അവര് മരിച്ചുപോയെന്ന് അവർ ചിന്തിച്ചല്ലേ? നമ്മൾ മരിച്ചുപോയെന്ന് അവർ ചിന്തിച്ചു. അതെ, ഒരു ജമന്തിമാല ഇട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ മുറിയിൽ വെച്ചിരുന്നു. ആ ഫോട്ടോയാണ് എന്റെ അമ്മയും ഞങ്ങളും എല്ലാം കൂടെ ചെന്നപ്പോൾ എന്റെ മാതാവിന് കൊടുത്തത്, അത് കയ്യിലേക്ക് കൊടുത്തത്. അമ്മ അന്നേരം വളരെ വലിയ കരഞ്ഞു. ഹല്ലേലൂയ. ആ ഒരു ഫോട്ടോയാണ് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് ആദ്യമായിട്ട് കാണുവാൻ വന്നപ്പോൾ കാണിച്ചൊരു ഫോട്ടോ. അതായത് മരിച്ചെന്ന് പറഞ്ഞ് ജമന്തിമാലയൊക്കെ ഇട്ട് അവിടെ ഹോസ്പിറ്റലിൽ ഫോട്ടോ വെച്ചു. ആ ഫോട്ടോയാണ് ഹസ്ബൻഡിന്റെ വീട്ടുകാർ ആദ്യം കാണാൻ വന്നപ്പോൾ കാണിച്ച ഫോട്ടോ. ദൈവത്തിന്റെ സ്തോത്രം. ഹസ്ബൻഡ് പിന്നെ അതെ അതെ ദൈവത്തിന്റെ ദാസന്റെ കൂടെ ആണോ? ഈ പ്രാർത്ഥിക്കാൻ വന്ന പാസ്റ്ററുടെ കൂടെ വന്നതാ? കൂടെ വന്ന വ്യക്തി. അത് കണ്ണാലെ കണ്ടതാണ് വിടുതല്. ശരി. എന്തായാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഹകരിച്ചു. നമ്മളെ പ്രാർത്ഥിച്ച് വിടുവിപ്പിച്ച ആള് തന്നെ നമ്മളെ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള ആള് തന്നെ. ദൈവത്തിന്റെ സ്തോത്രം. അത് ഭയങ്കര അനുഭവമാണല്ലോ. മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന പാസ്റ്ററുടെ പേര് എന്തായിരുന്നു? തോമസ് ജോർജ് എന്നാണ്. കോടുകുളഞ്ഞി തോമസ് ജോർജോ? ഞങ്ങള് കോടുകുളഞ്ഞി പാസ്റ്റർ എന്നാണ് പറയുന്നത് ആക്ച്വലി.
ശരി. കൂടുകളിന്റെ ഇപ്പൊ ഉണ്ട്. ദൈവത്തിന്റെ ആശ്രയം ഇപ്പോഴും ഉണ്ട്. പ്രായമായി ഭയങ്കര ധൈര്യശാലിയാ. ശരി. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തായാലും ഡൽഹിയിലെ ഹോസ്പിറ്റലുകാരൊരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ ജീവനോടെ ഉണ്ടാകുമെന്ന്. നമ്മൾ തിരിച്ചു വന്നപ്പോൾ അവർ അത്ഭുതപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഡോക്ടർമാർ അവിടെ ഞാൻ താമസിച്ച ഹോസ്റ്റലില് ഒരു പഞ്ചാബി പൂജാരി ഉണ്ടായിരുന്നു. ഹോസ്റ്റലിലെ താഴെ താമസിക്കുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്നത്. ആ പുള്ളി മാത്രം സ്വപ്നം കണ്ടു ഞാൻ മരിച്ചിട്ടില്ലെന്ന്. ഒരപ്പച്ചനാ. എന്നിട്ട് ആ ഡൽഹിയിൽ അവിടെ എല്ലാവർക്കും അവരോടെല്ലാവരോടും പറഞ്ഞു, യേശുക്കുട്ടി തിരിച്ചു വരും, മരിച്ചിട്ടില്ല, ഞാൻ സ്വപ്നം കണ്ടെന്ന്. അപ്പൊ അവർക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ എന്ന് രാത്രി പാട്ട് പാടുന്നത് ഭയങ്കര ഇഷ്ടം അവർക്ക്. മലയാളി, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പാട്ട് പാടുന്നത്. അപ്പൊ അതൊക്കെ കേട്ടുള്ള ഒരു സന്തോഷത്തിലായിരിക്കും പുള്ളി അങ്ങനെ പറഞ്ഞെന്നുകൊണ്ടാണ് എല്ലാരും ധരിച്ചിരുന്നേ. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവരാൻ വന്നപ്പോൾ ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതിലും ദൈവം എത്ര വലിയ. ചില ആളുകളൊക്കെ ചോദിക്കുക, സിസ്റ്ററെ, പെന്തക്കോസ്റ്റിൽ ഇന്ന് വിടുതലുകളുണ്ടോ? അല്ലെങ്കിൽ കഴിഞ്ഞ് നമ്മുടെ ഈ പല വീഡിയോയുടെ താഴെ ആളുകൾ വന്ന് കമൻ്റ് ഇടുക, ഈ പെന്തക്കോസ്റ്റ് വിരോധികളായിട്ടുള്ള ആളുകൾ, കുരുടനെ സൗഖ്യമാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ, മുടന്തനെ സൗഖ്യമാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ, നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കും. അപ്പോൾ ഞാൻ അതിനൊക്കെ മറുപടി പലപ്പോഴും കൊടുക്കും. ഞാൻ പറയും, ഞങ്ങളുടെയൊക്കെ ചർച്ചകളിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പെന്തക്കോസ്തിൻ്റെ വളർച്ചയുടെ രഹസ്യം അതാ. ഈ നമ്മളെ ഈ സോഷ്യൽ മീഡിയയിലെ പെന്തക്കോസിനെ വിമർശിക്കുന്നവർ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് പെന്തക്കോസ്ത് അങ്ങനെ ഇങ്ങനെ കള്ളക്കൂട്ടമാ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പറയുന്നവരുണ്ട്. പക്ഷെ ഈ പെന്തക്കോസ്റ്റ്, നിങ്ങൾ കണ്ട പെന്തക്കോസ്തിന് അപ്പുറം വേറൊരു പെന്തക്കോസ്റ്റ് ഉണ്ട്. ഇന്നും സാധാരണ വീര്യപ്രവർത്തികൾ നമ്മുടെ ചർച്ചകളിലൊക്കെ നടക്കുന്നു. ഞങ്ങളുടെ ചർച്ച വളരെ വളരെ സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് ഞങ്ങളുടെ സഭയിൽ നടന്നിട്ടുണ്ട്. സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ്. അത് നടക്കാത്തത് എന്തെന്ന് ചോദിച്ചാൽ വിശ്വാസമില്ല. അതെ, വിശ്വാസമില്ലാത്തടത്ത് നടക്കത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, സിസ്റ്ററെ, നമ്മുടെ ചർച്ചകളിൽ പല പെന്തക്കോസ്ത് സഭകളിലും ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്. അതിനൊരു സാക്ഷിയാ സിസ്റ്റർ പറഞ്ഞത്. സാധാരണമാകുന്ന സൗഖ്യം സിസ്റ്ററുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഞങ്ങളുടെ ചർച്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ളവർക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ചർച്ച വന്ന് കണ്ടാട്ടെന്ന്. കാരണം നമ്മുടെയൊക്കെ സഭകളിൽ ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. അതിന് നമ്മൾ സാക്ഷികളാണ്. അതുകൊണ്ടാണ് ആരൊക്കെ പെന്തക്കോസ്തിനെ എതിർത്താലും, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരായ ആളുകൾ പിന്മാറിപ്പോയാലും, പാപം ചെയ്താലും, ഇന്നും ഈ മൊമെൻ്റ് മുന്നോട്ട് പോകാനുള്ള കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനകത്ത് ചിലരെ ഇന്നും എഴുന്നേൽപ്പിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരു കൂട്ടമുണ്ട് ഇതിനകത്ത് വിശുദ്ധിയോട് വേർപാടോടുകൂടെ കർത്താവിൻ്റെ കരം പിടിച്ചു നിൽക്കുന്ന. ഇത് രണ്ട് കാര്യം. ഒന്ന്, ദൈവവചനത്തെ സത്യസന്ധമായിട്ട് നമ്മൾ പിൻപറ്റുന്നു. അതോടുകൂടെ തന്നെ വിശുദ്ധ ജീവിതവും വിശ്വാസവും കൂടെ വന്നു കഴിഞ്ഞാൽ സാധാരണ വീര്യപ്രവൃത്തി നടക്കും. വചനം ഓൾറെഡി ഉണ്ട്, നമ്മൾ പഠിപ്പിക്കുന്ന വചനത്തിൻ്റെ ഒരു ബലം ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂടെ വിശ്വാസവും വിശുദ്ധ ജീവിതവും കൂടെ വന്നു കഴിഞ്ഞാൽ അസാധാരണ വീര്യപ്രവൃത്തികൾ ഇന്നും നടക്കും. ഉഴപ്പി പോകുന്നവരെങ്ങനെയും പോകട്ടെ, അവരെങ്ങനെയും ജീവിക്കട്ടെ, പക്ഷേ ഇതിനകത്ത് വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന നിലപാടുമായി നിൽക്കുന്ന ഒരു കൂട്ടം പെന്തക്കോസ്തിൻ്റെ അകത്തുണ്ട്. അവരത്ഭുതങ്ങളും അടയാളങ്ങൾ ഇന്നും കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. സിസ്റ്റർ, എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ. ഞാനിങ്ങനെ ഇതിന് ശേഷമായിട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ജോലിക്ക് പോകുന്നില്ലെന്ന്. പക്ഷെ ഞാൻ അനേകരോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിലൊക്കെ പോയി സാക്ഷ്യം പറയുമായിരുന്നു. പിന്നെ അനേകയിടങ്ങളിൽ ഞാൻ ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴും എൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു വ്യക്തി, നമുക്കറിയാലോ, നമ്മളെ ഹൃദയത്തിൽ ഒരു പ്രേരണ വരുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തെന്ന രണ്ടാമതൊരു ജീവൻ എനിക്ക് തന്നിരിക്കുന്ന, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഭൂമുഖത്ത് ഇങ്ങനെ ആയിരിക്കുന്നത്, നിൽക്കുന്നത്. അല്ലാതെ എൻ്റെ കഴിവും മിടുക്കൊണ്ടൊന്നും അല്ല സഹോദരി എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സുവിശേഷങ്ങളൊക്കെ ഇനി ചെറുതായി പറഞ്ഞു കൊടുക്കും അവർക്കൊക്കെ. അപ്പൊ അവരെ നമ്പർ തരും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. ചില ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ളവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വിടുതൽ ആവശ്യമാണ്, പക്ഷെ അവർക്കൊന്നും വചനം കേൾക്കാനുള്ള താല്പര്യമില്ല. എന്ന് പറഞ്ഞാൽ താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഇതിലേക്ക് വരണമല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ട് അവർക്ക് അങ്ങനെ. ഞങ്ങളിപ്പോ താമസിക്കുന്ന വീട്ടില് ഇവിടെ ഒരു 2 പേര് വരുമായിരുന്നു ഹിന്ദുക്കളായിട്ട്. അതിലെ ഒരു പുള്ളിക്കാരത്തേക്ക് വയറ്റില് മുഴയായിട്ട് വന്നു. അത് പ്രാർത്ഥിച്ചു. അതിന് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഭയങ്കര ആശ്വാസമായി, ഇപ്പൊ വേദനയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ വന്നിട്ടില്ല.
പിന്നെ അങ്ങനെയൊക്കെയുള്ള വ്യക്തി ജീവിതങ്ങൾ ഇങ്ങനെ വരും പോവും. പിന്നെ ഒരു തുടർമാനം എല്ലാം വ്യാഴാഴ്ച ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കുമായിരുന്നു. അത് ഈ കോവിഡ് വന്ന സമയത്ത് പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ വരുന്നോണ്ട് ഈ ഇടവഴി കൂടെ വരുമ്പം പോലീസുകാർ പറഞ്ഞു, പോലീസുകാരൊക്കെ വിലക്ക് എന്ന് പറഞ്ഞു, അതുകൊണ്ട് വരത്തില്ല. അങ്ങനെ ഒരു ഭയമായിരുന്നു നേരിട്ടതുകൊണ്ട്. ഓക്കെ, പിന്നെ പ്രാർത്ഥിക്കുന്നു. പിന്നെ ശരി. അടുത്തൊക്കെ ഞങ്ങൾ ഇന്ന് പോകും, വചനം പറയാനും അതെ, മറ്റുള്ളവരെ കാണുവാനൊക്കെ പോകാറുണ്ട്. ആട്ടെ സിസ്റ്ററെ, പിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു നാഥ. ഇത്രത്തോളം കർത്താവെ നിലനിർത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. ഈ സന്ധ്യാവേളയിൽ ദൈവമേ കർത്താവെ ഞങ്ങളുടെ സാക്ഷി നിൽപ്പാണ്ടക്കണം. സ്വർഗം വലിയവ ചെയ്തതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ഹല്ലേലൂയ. അനേകാര്യങ്ങളിൽ ഓമ്പിട്ട് മാറ്റപ്പെടുമ്പോൾ ഒരു യോഗ്യത പോലും ഇല്ലാത്ത അടികൾ ഇത്രത്തോളം ഭൂമുഖത്ത് ജീവനുള്ള ദയക്കായി നിലനിർത്തിയിരിക്കുന്ന ഞങ്ങളുടെ വലിയ ദയക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. രക്തക്കോട്ടകൾ അവിടെ നിന്ന് മറച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടി സമ്പൂർണമായി സമർപ്പിക്കുന്ന നാഥ. ഈ സന്ധ്യയുടെ യാമത്തിൽ കർത്താവേ, അങ്ങ് എന്റെ ജീവിതത്തിൽ ചെയ്തുന്ന വലിയ പ്രവൃത്തി വെളിപ്പെടുത്തിയല്ലോ കർത്താവെ. അത് കേട്ടിരുന്ന ജനത്തിന്റെ മേല് ഹല്ലേലൂയ കർത്താവേ ഒരു മാതൃക കൊടുക്കുവാൻ കർത്താവെ, അവരുടെ ജീവിതത്തില് വലിയൊരു വിടുതലായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി കാലം അവിടുന്ന് വലിയ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് ജീവിതത്തിൽ കൂടി രുചിച്ചറിയുവാൻ തക്കണം സ്വർഗം ഈ ദിവസങ്ങൾ അനേക ജീവിതങ്ങൾക്ക് അത് ഇടയാക്കി തീരട്ടെ അപ്പ. അങ്ങയുടെ കൃപയെ സാന്നിധ്യം ഇവിടുന്ന് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്നാ ഞാൻ പടക്കൂട്ടത്തിനെതിരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ മതിൽ ചാടി കിടക്കുമെന്ന് പറയുവാൻ സ്വർഗം ഈ രാത്രി കാലം ഇവിടുന്ന് ഒരുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്തത്താല് ജയമെടുക്കുന്ന കർത്താവേ, ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ. ഹല്ലേലൂയ കർത്താവേ. ഇത് അന്ത്യകാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ നോവിന്റെ അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്ന ജനത്തിന്റെ മാധ്യത്തില് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയോട് വെളിപ്പെടണമേ. അനേകായിരങ്ങളെ നേടുവാൻ കർത്താവെ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ കർത്താവെ, അനേക ജീവിതങ്ങൾക്ക് ഒരു വിടുതലായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളെ അവിടുന്ന് മെനഞ്ഞെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സകല ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ. അന്ത്യകാലത്ത് സകല ജനത്തിന്റെ പേരും അങ്ങയുടെ ആത്മാവിനെ പകരുമെന്നുള്ള വാഗ്ദത്തം നിറവേറുവാൻ സ്വർഗത്തിലെ ദൈവമേ ഇടയാക്കണമേ അപ്പ. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാ. ഇത്രത്തോളം അങ്ങയുടെ വിലയേറിയ ദാസനും ദാസിയും കർത്താവേ, അരുണാദാവദനം കേൾപ്പാനിടയായുള്ള കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് നടത്തുന്ന കർത്താവേ, ഹല്ലേലൂയ, ഇത് ലീഡ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസനും ദാസിയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ. അനേകർക്കൊരു പ്രചോദനമായി തീരുവാൻ തക്കണം കർത്താവേ, അനേകർക്കൊരു കൈത്താങ്ങളായി തീരുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഇതിൽ കൂടെ കർത്താവ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ കർത്താവേ, അവരെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമേ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. രക്തക്കോട്ടകൾ മറയ്ക്കണം കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം, തന്ന സകല നന്മകൾക്കായി സ്തോത്രം. ഓരോ ദിവസകാലം കർത്താവെ ശ്രേഷ്ഠകരമായ അനുഭവത്തിൽ കൂടി അടികളെ നടത്തുന്ന വിധങ്ങളെ ഓർത്തങ്ങി വാഴ്ത്തുന്ന സ്തുതിക്കുന്നപ്പ. കർത്താവ്, രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ, ഇന്ന് രാത്രി കാലങ്ങളുടെ വചനം അയച്ച് കർത്താവെ, ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വചനത്തിന്റെ ശക്തി അവരുടെ ഉള്ളത്തിൽ വ്യാപരിക്കണം. ദൈവത്തിന്റെ വചനം ജീവനെ ചൈതന്യമുള്ള ഇരുവായത്തിലുള്ള ഏത് വാളിനെക്കാളും മൂർച്ചയേറിയത് പ്രാണനെ ആത്മാവിനെ സന്ധി മജ്ജകളെയും വേറ് പിടിപ്പിക്കും വരെ തുളച്ചെല്ലുന്നതുമായ വചനത്തിന്റെ ശക്തി കർത്താവേ, ഇന്ന് രാത്രി കാലം ഇത് കേട്ടിരിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ കാലിൽ അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിന്റെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല, എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല കർത്താവേ. ഹല്ലേലൂയ അപ്പ. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളം കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കൃപകളെ മറയ്ക്കണം, മാനം മഹത്വം. പ്രാർത്ഥനയാചനം കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മളെല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയാലി സിസ്റ്റർ മേൽ, തന്റെ കുടുംബത്തിന് മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും അടക്കട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നന്ദി പറയുന്നു.
താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുകയാണ്. വളരെ അത്ഭുതകരമായ സാക്ഷ്യം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ കർത്താവിനാൽ അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വാസത്തോടെ പിന്നെയും നമുക്ക് നമ്മുടെ വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഞങ്ങളുടെ നന്ദി പ്രാവശ്യത്തോടെ അറിയിക്കുന്നു.